ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ഡോക്ടർ ബിലാൽ. വെൽക്കം ടു റിപ്പോർട്ട്. മക്കളെ, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ എളുപ്പത്തിൽ ക്വിക്കായിട്ട് അങ്ങ് പഠിച്ചു തീർത്താലോ? ഉറപ്പായിട്ടും പറ്റൂടാ. നിങ്ങളൊരൊറ്റ കാര്യം ചെയ്താൽ മതി. ഞാൻ പറയുന്നത് കൃത്യമായിട്ട് കേട്ടിരിക്കുക, ശ്രദ്ധിച്ചിരിക്കുക. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഈ ചാപ്റ്ററിലെ മുഴുവൻ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തരാം. കഴിഞ്ഞൊരു 15 വർഷത്തിൽ ഈ ചാപ്റ്ററിൽ ചോദിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് അടിപൊളിയായിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇതിനകത്ത് ചോദിക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? ശ്രദ്ധിച്ചിരിക്കുക, വേറെ എങ്ങോട്ടും നോക്കണ്ട. ഓക്കെ, കമോൺ. ആദ്യം തന്നെ നമ്മളോട് ചോദിക്കുന്ന കാര്യം ഇവൻറ്റ്സ് ഇൻ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ ഇവൻറ്റുകൾ എന്തൊക്കെയാണെന്നാണ്. ഓക്കെ, ആദ്യത്തെ ഇവൻ്റ് എന്താ? ഗമീറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഗാമിറ്റോജെനിസിസ്. മെയിൽ ഗാമീറ്റ് ഉണ്ടാവുന്നതിനെ സ്പെർമാറ്റോജെനിസിസ് എന്ന് വിളിക്കും. ഫീമെയിൽ ഗാമീറ്റ് ഉണ്ടാവുന്നതിനെ oogenesis എന്ന് വിളിക്കും. സോ ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? മെയിലിൽ ഉണ്ടാകുന്ന സ്പേം, മെയിൽ ഗാമീറ്റ് ഫീമെയിലിൻ്റെ ബോഡിയിലേക്ക് കയറിപ്പോവുക. ദാറ്റ് ഈസ് കോൾഡ് ഇൻസെമിനേഷൻ, അല്ലേ? സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് എന്താ? ഫീമെയിലിലേക്ക് കയറിപ്പോയ സ്പേം ഓവുമായിട്ട് ഫ്യൂസ് ചെയ്യണം, അല്ലേ? ദാറ്റ് ഈസ് ഫെർട്ടിലൈസേഷൻ. ഇനി ഫെർട്ടിലൈസേഷൻ നടന്നാൽ എന്താ ഉണ്ടാവുക? സൈഗോട്ട് ഉണ്ടാകും, അല്ലേ? ഫെർട്ടിലൈസേഷൻ നടന്നാൽ നമുക്ക് സൈഗോട്ട് കിട്ടും. ആ സൈഗോട്ടിന് നോക്കൂ, ഡിവിഷൻ നടന്ന് 2 സെല്ല്, 4 സെല്ല്, 8 സെല്ല്, 16 സെല്ലൊക്കെ ആവും, അല്ലേ? അതിന് നമ്മൾ എന്താ വിളിക്കുക? ക്ലീവേജ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? ക്ലീവേജ്. അങ്ങനെ സൈഗോട്ടിന് ക്ലീവേജ് നടന്ന് സെല്ലുകളുടെ എണ്ണം കൂടി ഏകദേശം ഒരു 32 സെല്ലൊക്കെ ഉള്ള ഒരു സ്റ്റേജ് ആയിട്ട് മാറും. സോ ദാറ്റ് ഈസ് കോൾഡ് ബ്ലാസ്റ്റോസിസ്റ്റ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് വിളിക്കുക. ക്ലിയർ അല്ലേ കുട്ടികളെ? അപ്പോൾ ക്ലീവേജ് നടന്നു കഴിഞ്ഞ അവസാനം ബ്ലാസ്റ്റോസിസ്റ്റ് ഫോർമേഷൻ, ബ്ലാസ്റ്റോസിസ്റ്റ് ഉണ്ടാകും. ഇങ്ങനെ ഉണ്ടാകുന്ന ബ്ലാസ്റ്റോസിസ്റ്റ് ഗർഭാശയത്തിലേക്ക് പോയിട്ട് അറ്റാച്ച് ചെയ്യും. ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ പോയി അറ്റാച്ച് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് ഇംപ്ലാന്റേഷൻ. ക്ലിയർ ആണ് കുട്ടികളെ? ബ്ലാസ്റ്റോസിസ്റ്റ് ഫോർമേഷൻ കഴിഞ്ഞ ഇംപ്ലാന്റേഷൻ. അങ്ങനെ ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ ഈ ബ്ലാസ്റ്റോസിസ്റ്റ് ഇങ്ങനെ 32 സെല്ലോളമുള്ള ബ്ലാസ്റ്റോസിസ്റ്റ് അതിനകത്ത് പോയി അറ്റാച്ച് ചെയ്ത് അവിടെ ഇരിക്കും. അവിടെ ഇരുന്നാൽ അവിടെ വളരാൻ തുടങ്ങും. ദാറ്റ് ഈസ് കോൾഡ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ജസ്റ്റേഷൻ. എന്താണ് ജസ്റ്റേഷൻ അല്ലെങ്കിൽ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്? ജസ്റ്റേഷൻ എന്നുള്ള പേരായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക. അടുത്ത എന്താണ്? കുഞ്ഞിനെ പ്രസവിക്കുക, അല്ലേ? അങ്ങനെ ജസ്റ്റേഷൻ കഴിഞ്ഞാൽ കുഞ്ഞിനെ പ്രസവിക്കുക. ദാറ്റ് ഈസ് കോൾഡ് പാർച്ചുറേഷൻ. അതിനുശേഷം കുഞ്ഞിന് പാൽ കൊടുക്കുക, ലാക്ടേഷൻ. സെറ്റാണോ? ഗാമിറ്റോജെനിസിസ്, ഇൻസെമിനേഷൻ, അത് കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ, സൈഗോട്ട് ഫോർമേഷൻ, ക്ലീവേജ്, ബ്ലാസ്റ്റോസിസ്റ്റ് ഫോർമേഷൻ, ഇംപ്ലാന്റേഷൻ, ജസ്റ്റേഷൻ, പാർച്ചുറേഷൻ, ലാക്ടേഷൻ. സെറ്റാണോ? അപ്പോൾ ഈ ഇവൻറ്റ് ഇത് 2 മാർക്കിന് ഒരു സ്ഥിരം ചോദ്യമാണ്. നൗ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെക്കുറിച്ചാണ്. നോക്കൂ, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെക്കുറിച്ച് കുറേയധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടെങ്കിലും സാധാരണ ചോദിക്കുന്നത് ഈ ഒരു ഡയഗ്രം തന്നിട്ട് മാർക്ക് ചെയ്യാനാണ് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡയഗ്രത്തിൽ മെയിലിൻ്റെ പ്രൈമറി സെക്സ് ഓർഗൻ കാണാം. എന്താ പ്രൈമറി സെക്സ് ഓർഗൻ? ഏത് അവയവമാണോ ഗമീറ്റ് ഉണ്ടാക്കുന്നത് ആ അവയവത്തെയാണ് പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയുക. ഇനി ഈ ഉണ്ടാകുന്ന ഗമീറ്റ് പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള കുറേ കുഴലുകൾ ഉണ്ടാവും. ആ കുഴലുകളെ ആക്സസറി ഡക്റ്റ് എന്ന് പറഞ്ഞാൽ കുഴലുകൾ എന്ന് വിളിക്കും. അതിനനുബന്ധിച്ചുള്ള പല ഗ്ലാൻഡുകളുണ്ട്, അവരെ ആക്സസറി ഗ്ലാൻഡുകൾ എന്ന് വിളിക്കും. ക്ലിയർ അല്ലേ? മെയിലിൻ്റെ പ്രൈമറി സെക്സ് ഓർഗൻ എന്താണ് കുട്ടികളെ? ടെസ്റ്റിസ് ആണ്, അല്ലേ? ടെസ്റ്റിസ് ആണ്. നിങ്ങൾക്കിത് മാർക്ക് ചെയ്യാൻ പറ്റിയാൽ മതി. ഇവിടെ കണ്ടോ, ടെസ്റ്റിസ് തന്നിട്ടുണ്ട്. ഇനി ടെസ്റ്റിസിനകത്ത് കുറേ കമ്പാർട്ട്മെൻറ്റുകൾ, കുറേ സ്പേസുകളുണ്ട്. ആ സ്പേസുകളെയാണ് ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾസ് എന്ന് വിളിക്കുക. ആ ടെസ്റ്റിക്കുലാർ ലൊബ്യൂളുകൾക്കകത്താണ് സെമിനിഫറസ് ട്യൂബ്യൂളുകൾ എന്നറിയപ്പെടുന്ന ട്യൂബ്യൂളുകൾ ഉള്ളത്, ചെറിയ ട്യൂബുകൾ ഉള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ അതിവിടെ അവർ മാർക്ക് ചെയ്തിട്ടൊന്നുമില്ല. ഏതായാലും ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾസ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ടെസ്റ്റിസിൻ്റെ കുറേ കമ്പാർട്ട്മെൻറ്റുകൾ. ഇനി എനിവേ ആ കമ്പാർട്ട്മെൻറ്റുകളിൽ സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്നറിയപ്പെടുന്ന ട്യൂബുകളുണ്ട്. ആ ട്യൂബുകൾക്കകത്താണ് എന്തുണ്ടാവുന്നത്? നമ്മുടെ സ്പേം ഉണ്ടാകുന്നത്. ഓക്കെ, ക്ലിയർ, ഫൈൻ. അത് മാർക്ക് ചെയ്തിട്ടില്ല. ഏതായാലും അവിടെ ഉണ്ടാകുന്ന സ്പേമിനെ പുറത്തോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന കുഴലുകൾ, അവരെയാണ് ആക്സസറി ഡക്റ്റുകൾ എന്ന് വിളിക്കുക. എന്താ വിളിക്കുക മക്കളെ? ആക്സസറി ഡക്റ്റുകൾ. ഓക്കെ, സോ ആക്സസറി ഡക്റ്റുകൾ NCERTയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ആ ഡക്റ്റുകൾ മുഴുവൻ നമുക്ക് പഠിക്കണം. ആദ്യത്തെ ഡക്റ്റ് ചെയ്യേണ്ടേ മക്കളെ? ഇവിടെ തുടങ്ങിയാണ്. സോ ദാറ്റ് ഈസ് കോൾഡ് റെറ്റെ ടെസ്റ്റിസ്. ഇവിടെ കാണുന്ന ഈ ഒരു ഭാഗത്ത് കാണുന്ന ഡക്റ്റാണ്. അത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ മുകളിലോട്ട് കുറേ ഡക്റ്റുകൾ കാണാം. ദാറ്റ് ഈസ് കോൾഡ് വാസ എഫറൻഷ്യ. പിന്നെ ഇങ്ങനെ വരുന്ന ഒരാളെ കാണാം. ദാറ്റ് ഈസ് കോൾഡ് എപ്പിഡിഡൈമിസ്. ക്ലിയർ അല്ലേ കുട്ടികളെ? റെറ്റെ ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡിഡൈമിസ്. ദേണ്ട ഇങ്ങനെ വരുന്ന ഇവിടം വരെ വരുന്ന കുഴൽ. പിന്നെ ഇവിടുന്ന് മുകളിലോട്ട് പോകുന്ന ആൾ കണ്ടോ നിങ്ങൾ? ഇയാളാണ് വാസ് ഡിഫറൻസ്. എന്താണ് മക്കളെ? വാസ് ഡിഫറൻസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ആ വാസ് ഡിഫറൻസ് ഇങ്ങനെ വന്ന് അവസാനം ദേണ്ട ഇങ്ങോട്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു സംവിധാനമാണ്. വിശദമായിട്ടൊന്നും പഠിക്കേണ്ട, ഇതുവരെ മാർക്ക് ചെയ്യാൻ പഠിച്ചാൽ മതി. ഇനി ഇവിടെ കുറച്ച് ഗ്ലാൻഡുകളുണ്ട്. ഈ ഗ്ലാൻഡ്, അപ്പോൾ നിങ്ങൾ ആക്സസറി ഡക്റ്റുകൾ പഠിച്ചല്ലോ, അല്ലേ? ഇനി നോക്കൂ, വാസ് ഡിഫറൻസ് അവസാനം ഓപ്പൺ ചെയ്ത് അവസാനം വരുന്നത് എങ്ങോട്ടെന്നറിയോ? നമ്മുടെ യൂറിൻ പോകുന്ന കുഴലിലേക്കാണ്. ദാറ്റ് ഈസ് കോൾഡ് യുറീത്ര. അതിലൂടെ മെയിലിൻ്റെ കേസിൽ, പുരുഷൻ്റെ കേസിൽ ഇടയ്ക്ക് യൂറിൻ പോകും, സ്പേം വേണ്ടപ്പോൾ സ്പേമും അതിലൂടെ പോകും. ക്ലിയർ ആണല്ലോ? അത്രയേ ഉള്ളൂ.
ഓക്കെ, അപ്പോൾ മെയിലിൻ്റെ ഈ ഡക്റ്റുകൾ മാർക്ക് ചെയ്യാൻ പഠിക്കണം. ഏത് ഡക്റ്റാ? ആക്സസറി ഡക്റ്റുകൾ. ഇനി എന്താ പഠിക്കേണ്ടത്? അപ്പോൾ ഒന്നുകൂടി പറഞ്ഞേ നിങ്ങൾ. റെറ്റേ ടെസ്റ്റിസ് പറഞ്ഞ മക്കളെ, റെറ്റേ ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, ദേണ്ട ഇവിടെ എപ്പിഡിഡൈമിസ്, വാസ് ഡിഫറൻസ്, അവസാനം ഇങ്ങോട്ട് യൂറീത്രയിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. സിമ്പിളായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ആയിരിക്കില്ല, ഞാനൊരു കോംപ്ലക്സ് ആയിട്ട് പഠിപ്പിക്കുമ്പോൾ കുറേയധികം കാര്യങ്ങൾ പറയണം. ബട്ട് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾ ഇത്ര പഠിച്ചാൽ മതി. ഇനി അടുത്ത കാര്യം, മെയിലിൻ്റെ ആക്സസറി ഗ്ലാൻഡുകൾ അത് മാർക്ക് ചെയ്യാൻ ചോദിക്കും. ഒരു ഗ്ലാൻഡ് കണ്ടോ നിങ്ങൾ, ഒരു പെയർ ഓഫ് ഗ്ലാൻഡ് ഇവിടെ ഒന്ന് അല്ലേ. സോ ദിസ് ഈസ് കോൾഡ് സെമിനൽ വെസിക്കിൾ. എന്താണ് മക്കളെ? സെമിനൽ വെസിക്കിൾ. പഠിച്ചേ, സെമിനൽ വെസിക്കിൾ കേട്ടോ. ഇനി ഒരു സിംഗിൾ ഗ്ലാൻഡ് ഉണ്ട് ഇവിടെ. സിംഗിൾ ഗ്ലാൻഡ് കാണുമ്പോൾ നമുക്ക് രണ്ടെണ്ണമുള്ള പോലെയൊക്കെ തോന്നുമെങ്കിലും ആൾ ഒരെണ്ണേ ഉള്ളൂ. നമുക്ക് രണ്ടെണ്ണമുള്ള പോലെ ഫീൽ ചെയ്യാം. മൊത്തത്തിൽ ഒരു സിംഗിൾ ആളാണ്. അയാളുടെ പേരാണ് പ്രോസ്റ്റേറ്റ്. എന്താണ് മക്കളെ? പ്രോസ്റ്റേറ്റ്. ഇനി ഇവിടെ താഴെ രണ്ടെണ്ണം ഉണ്ട്, രണ്ടാൾക്കാർ കേട്ടോ. ദിസ് ഈസ് കോൾഡ് ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്. എന്താ മക്കളെ വിളിക്കുക? ബൾബോ യുറീത്രൽ ഗ്ലാൻഡ് എന്നാണ് ഇയാളെ വിളിക്കുക. സെറ്റാണോ? അപ്പോൾ 3 ഗ്ലാൻഡുകൾ, സെമിനൽ വെസിക്കിൾ, പ്രോസ്റ്റേറ്റ്, ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്. 2 ബൾബോ യുറീത്രൽ ഉണ്ട്, 2 സെമിനൽ വെസിക്കിൾ. പക്ഷേ പ്രോസ്റ്റേറ്റ് ഒരെണ്ണേ ഉള്ളൂ. കാഴ്ചയിൽ രണ്ടെണ്ണം പോലെ തോന്നുകയാണ് കേട്ടോ. ദെൻ അതിൻ്റെ ബാക്കിലായിട്ടാണ് നമ്മുടെ യൂറിനറി ബ്ലാഡർ ഇരിക്കുന്നത്. അത് ഈ ഡയഗ്രത്തിൽ ജസ്റ്റ് മാർക്ക് ചെയ്യാൻ പഠിച്ചാൽ മതി. സെറ്റാണോ? ഇനി നോക്കൂ, ഇതാണ് മെയിലിൻ്റെ പുറമേക്ക് കാണുന്ന ഭാഗം, പുറമേക്ക് തൂങ്ങി നിൽക്കുന്ന ഭാഗം അല്ലേ. സോ ദിസ് ഈസ് കോൾഡ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ഇപ്പോൾ മെയിലിലായാലും ഫീമെയിലാണെങ്കിലും ഒരു പ്രൈമറി സെക്സ് ഓർഗാൻ ഉണ്ടാകും. നോക്കൂ, പ്രൈമറി സെക്സ് ഓർഗാൻ എന്ന് പറഞ്ഞാൽ ഏത് അവയവമാണോ നമ്മുടെ സ്പേമിനൊക്കെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഗമീറ്റിനൊക്കെ ഉണ്ടാക്കുന്നത്, അയാളെ നമുക്ക് പ്രൈമറി സെക്സ് ഓർഗാൻ എന്ന് വിളിക്കാം. പിന്നെ ഉള്ളത് ആക്സസറി ഓർഗൻസ് ആണ്. അതിൽ ആക്സസറി ഡക്റ്റുകളും ഉണ്ടാവും, ആക്സസറി ഗ്ലാൻഡുകളും ഉണ്ടാകും. ആ ഒരു കാര്യം വ്യക്തമാണല്ലോ. ആക്സസറി ഡക്റ്റുകളും ഉണ്ടാവുന്നുണ്ട്, ആക്സസറി ഗ്ലാൻഡുകളും ഉണ്ടാവുന്നുണ്ട്. പിന്നെ മെയിലിൻ്റെ കേസിലാണെങ്കിലും ഫീമെയിലിൻ്റെ കേസിലാണെങ്കിലും ഉള്ളൊരു കാര്യമാണ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ഓക്കെ, എക്സ്റ്റേണൽ ജെനിറ്റാലിയ, പുറമേക്ക് നിൽക്കുന്ന ഭാഗം, പുറമേക്ക് കാണപ്പെടുന്ന ഭാഗം. മെയിലിൻ്റെ എക്സ്റ്റേണൽ ജെനിറ്റാലിയാണ് പിനസ് അല്ലേ. പിനസ് എന്നാണ് വിളിക്കുക. ഈ പിനസിൻ്റെ ലാസ്റ്റ് പാർട്ട് നോക്ക്. പിനസിൻ്റെ ലാസ്റ്റ് പാർട്ട് ഇങ്ങനെ കുറച്ച് വലിപ്പം കൂടിയ ഏരിയ ആയിരിക്കും. ദറ്റ് ഈസ് കോൾഡ് ഗ്ലാൻസ് പിനസ്. അതിനെയാണ് ഗ്ലാൻസ് പിനസ്. അതിനെ കവർ ചെയ്തുകൊണ്ടൊരു ലൂസ് സ്കിൻ ഉണ്ടാകും. ആ സ്കിന്നാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് ഫോർ സ്കിൻ എന്ന പേരിൽ. ക്ലിയർലി കുട്ടികളെ? ഓക്കെ, അതിപ്പോൾ മുസ്ലിംസൊക്കെ ആണെങ്കിൽ സുന്നത്ത് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അതെടുത്ത് റിമൂവ് ചെയ്യാറുണ്ട്. സോ ദാറ്റ് ഈസ് ഫോർ സ്കിൻ. അപ്പോൾ രണ്ടും ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ സി ഫോർ സ്കിന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഗ്ലാൻസ് പിനസും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മാർക്ക് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റിയാൽ മതി. ഇതാണ് 2 മാർക്കിന് എപ്പോഴും ചോദിക്കുക. വേറെ ഇതിനകത്തുനിന്ന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടൊന്നുമല്ല വരിക. അതായത് സാധാരണഗതിയിൽ എന്താണ് മെയിലിൻ്റെ ആക്സസറി ഓർഗൻ, ഏതാണ് ആക്സസറി ഗ്ലാൻഡ്, അങ്ങനെയല്ല വരാറ്. ഈ ഡയഗ്രം തന്നിട്ട് മാർക്ക് ചെയ്യാനാണ് ചോദിക്കാറ്. അപ്പോൾ ഈ ഡയഗ്രം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത് എന്താ? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെക്കുറിച്ചാണ് ചോദിക്കുക. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും സാധാരണ നമ്മളോട് ഈ ഒരു ഡയഗ്രാമാണ് മാർക്ക് ചെയ്യാൻ വേണ്ടി ചോദിക്കുക. അപ്പോൾ മെയിലിൻ്റെ കേസിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? പ്രൈമറി സെക്സ് ഓർഗാൻ ഉണ്ട്, ആക്സസറി ഓർഗാൻസ് ഉണ്ട്, അതിൽ ആക്സസറി ഡക്റ്റ് ഉണ്ട്, ഗ്ലാൻഡ് ഉണ്ട്, പിന്നെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഉണ്ട് അല്ലേ. ഫീമെയിലിൻ്റെ കേസിലും അതേപോലെ തന്നെയാണ്. ഫീമെയിലിന് പ്രൈമറി സെക്സ് ഓർഗാൻ ഉണ്ട്, ദാറ്റ് ഈസ് ദേ കോട്ട് എ പെയർ ഓഫ് ഓവറീസ്. കണ്ടോ, ഫീമെയിലിന് ഒരു പെയർ ഓഫ് ഓവറികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, 2 സൈഡിലും ഓരോന്ന്. സോ ദാറ്റ് ഈസ് എ പെയർ ഓഫ് ഓവറീസ് കാണാൻ പറ്റും. സോ പ്രൈമറി സെക്സ് ഓർഗാനായി. ഇനി ഫീമെയിലിൻ്റെ ആക്സസറി ഗ്ലാൻഡുകൾ NCERT തന്നിട്ടില്ല, ആക്സസറി ഡക്റ്റുകൾ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആക്സസറി ഡക്റ്റ് എന്ന് പറഞ്ഞാൽ കുറേ കുഴലാണ്. ഫസ്റ്റ് കുഴൽ എന്ന് പറഞ്ഞാൽ ഈ കാണപ്പെടുന്ന കുഴലാണ്. ഓക്കെ, ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ ഇവിടം വരെ നിൽക്കുന്ന ഈ കുഴലാണ് ആദ്യത്തത്. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് ഫെലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ ഓവിഡക്റ്റ് എന്ന് വിളിക്കും. അപ്പോൾ അതിനെ മൊത്തത്തിൽ തന്നിട്ടുണ്ട് പേര് ഇവിടെ, ഫെലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ ഓവിഡക്റ്റ്. ഇനി ആ ഫെലോപ്പിയൻ ട്യൂബിന് തന്നെ 3 ഭാഗമുണ്ട്. ഫസ്റ്റ് പാർട്ട് നോക്കൂ നിങ്ങൾ, ഒരു ഫണലിൻ്റെ പോലത്തെ ഒരു ഏരിയ അല്ലേ, ഒരു ഫണൽ ഷേപ്പ്. ഫണൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പണ്ടൊക്കെ മണ്ണെണ്ണയൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, എണ്ണയൊക്കെ ഒഴിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനം ഫണൽ. അപ്പോൾ ഫണലിൻ്റെ ഷേപ്പുള്ള പാർട്ട് അതങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കും. ഫണൽ ഷേപ്പ്ഡ് പാർട്ട് തന്നെ ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അതിൻ്റെ പേരാണ് ഇൻഫണ്ടിബുലം. എന്താണ്? ഇൻഫണ്ടിബുലം. അങ്ങനെ തന്നെ ചോദിക്കും കേട്ടോ, ഫണൽ ഷേപ്പ്ഡ്. ഓക്കെ, ഫണൽ ഷേപ്പ്ഡ്. പിന്നെ എന്താ ചോദിക്കുക? ഇൻഫണ്ടിബുലത്തിലെ ഫിംഗർ പോലത്തെ കുറേ പ്രൊജക്ഷൻസ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ പ്രൊജക്ഷൻസിൻ്റെ പേരെന്താണെന്ന് ചോദിക്കും. അതാണ് ഫിംബ്രിയെ. എന്താണ്? ഫിംബ്രിയ. അങ്ങനത്തെ ചോദിക്കും. ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഇൻ ഇൻഫണ്ടിബുലം അല്ലെങ്കിൽ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഇൻ ഫെലോപ്പിയൻ ട്യൂബ്. ഇൻഫണ്ടിബുലത്തിൽ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനെയാണ് ഫിംബ്രി എന്ന് വിളിക്കുക. ഇൻഫണ്ടിബുലം എന്താ? ഫണൽ ഷേപ്പ്ഡ് പാർട്ട്. ഇനി അടുത്ത പാർട്ട്, ദിസ് ഈസ് കോൾഡ് ആംബ്യുല്ല. ഫെലോപ്പിയൻ ട്യൂബിൻ്റെ അടുത്ത പാർട്ടാണ് ആംബ്യുല്ല. ആംബ്യുല്ലയുടെ പ്രത്യേകത ഇറ്റ് ഈസ് ദ വൈഡസ്റ്റ് പാർട്ട്. ഓക്കെ, വൈഡർ പാർട്ട്. ഇയാളാണ് വൈഡർ ആയിട്ടുള്ള ഏറ്റവും വീതി കൂടിയ ഭാഗം, ഇയാളാണ് ആംബ്യുല്ലയാണ് കേട്ടോ. ഇനി നമ്മളോട് ചോദിക്കും നാരോ ആയിട്ടുള്ള പാർട്ട്, വീതി ഏറ്റവും കുറഞ്ഞ പാർട്ട്, വിച്ച് ഈസ് ക്ലോസ് ടു യൂട്രസ്. നോക്കൂ, ഫസ്റ്റ് കുഴലാണ്, ഫസ്റ്റ് ഡക്റ്റാണ് ഫെലോപ്പിയൻ ട്യൂബ്. അടുത്ത ഡക്റ്റ് വരാൻ കിടക്കുന്നേ ഉള്ളൂ. അടുത്ത ഡക്റ്റാണ് ദേണ്ട ഇവിടം മുതൽ ഇവിടം വരെയുള്ള, അത് എത്രയേ ഉള്ളൂ? നോക്ക്, ഇവിടം മുതൽ ഇവിടം വരെ ഉള്ളൂ, ഇവിടം വരെയുള്ള പാർട്ട്. ദിസ് ഈസ് കോൾഡ് യൂട്രസ്. അപ്പോൾ യൂട്രസിനോട് അടുത്ത് കിടക്കുന്ന പാർട്ട് ഏതാ ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റണം ഇസ്തമസ്. എന്താണ് മക്കളെ? ഇസ്തമസ്. സെറ്റ്.
ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇൻഫണ്ടിബുലം, ആംബില്ല, ഇസ്തമസ്. ഇൻഫണ്ടിബുലത്തിലെ പ്രൊജക്ഷൻസ്, ഫിംബ്രിയ. ഇനി നമ്മളോട് ചോദിക്കാൻ പോകുന്നത് യൂട്രസിനെ കുറിച്ചാണ്. അടുത്ത ലെയറാണ് യൂട്രസ്, അടുത്ത ഡക്റ്റാണ്, അടുത്ത കുഴലിൻ്റെ പാർട്ടാണ് യൂട്രസ് അല്ലെങ്കിൽ ഗർഭാശയം. അപ്പോൾ യൂട്രസിനെ കുറിച്ച് സാധാരണ ചോദിക്കുക യൂട്രസിൻ്റെ ലേയേഴ്സാണ് ചോദിക്കുക. യൂട്രസിൻ്റെ ഈ മുകളിൽ നിൽക്കുന്ന ഈ ഒരു ഭാഗമുണ്ട്, ഇതിങ്ങനെ പൊന്തി നിൽക്കുന്ന പാർട്ട്. അപ്പോൾ സ്ത്രീകൾ പ്രഗ്നൻ്റ് ഒക്കെ ആയി കഴിഞ്ഞാലേ നമ്മളിങ്ങനെ കാണാറില്ലേ അവരുടെ ഇങ്ങനെ നിൽക്കുന്ന ഒരു പാർട്ട്, ശരിക്കും ആ ഒരു ഭാഗമാണിത്. ദിസ് ഈസ് കോൾഡ് ഫണ്ടസ്. അതിൻ്റെ പേരാണ് ഫണ്ടസ് കേട്ടോ. അപ്പോൾ അതിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. യൂട്രസിൻ്റെ അകത്തെ സ്പേസ് ആണിത്, യൂട്ടറൈൻ ക്യാവിറ്റി, യൂട്രസിൻ്റെ ഉള്ളിലുള്ള സ്പേസ്, അവിടെയാണല്ലോ കുഞ്ഞ് വളരുക. ദാറ്റ്സ് ഇറ്റ്. പക്ഷെ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് ഇത് മാർക്ക് ചെയ്യാൻ ചോദിച്ചേക്കാം, ചോദ്യമായിട്ട് വരുന്ന കാര്യം അതൊന്നുമല്ല. യൂട്രസിൻ്റെ ലേയേഴ്സ് അതുപോലെ ഒരു കാര്യം കൂടി പറയട്ടെ, യൂട്രസിൻ്റെ ഒരു പാർട്ട് ഫണ്ടസ്, ഈ മുകളിലോട്ട് നിൽക്കുന്ന ഏരിയനെ ഫണ്ടസ് എന്ന് വിളിക്കും. അതിൻ്റെ ഉള്ളിലുള്ള സ്പേസിനെ യൂട്രൈൻ ക്യാവിറ്റി എന്ന് വിളിക്കാം. ഇനി യൂട്രസിൻ്റെ താഴ്ഭാഗം ഉണ്ടല്ലോ, ഇവിടം വരെ യൂട്രസ് ഉണ്ട്. യൂട്രസിൻ്റെ ഈ താഴ്ഭാഗം നോക്ക്, വളരെ വീതി കുറഞ്ഞ ഏരിയ ആണ് അല്ലേ. യൂട്രസിൻ്റെ നാരോ ആയിട്ടുള്ള വീതി കുറഞ്ഞ ഈ താഴെയുള്ള ഏരിയനെ സെർവിക്സ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? സെർവിക്സ്. ഈ ഒരു ഏരിയനെ വിളിക്കുന്ന പേരാണ് സെർവിക്സ്. ഈ സെർവിക്സിൻ്റെ ഉള്ളിലുള്ള സ്പേസ്, ഇപ്പോൾ യൂട്രസിൻ്റെ ഈ ഒരു ഏരിയ യൂട്രൈൻ ക്യാവിറ്റി എന്ന് വിളിച്ച പോലെ യൂട്രസിൻ്റെ ഈ സെർവിക്സിൻ്റെ ഉള്ളിലുള്ള ഈ സ്പേസ് അതിനെ സെർവൈക്കൽ കനാൽ എന്നാണ് കേട്ടോ വിളിക്കുക. അതിനെന്താ വിളിക്കുക? സെർവൈക്കൽ കനാൽ. അപ്പോൾ ഇത് യൂട്രസിൻ്റെ വിവിധ ഭാഗങ്ങളാണ്. യൂട്രസിൻ്റെ മുകൾ ഭാഗത്തെ ഫണ്ടസ് എന്നും താഴെയുള്ള വീതി കുറഞ്ഞ ഭാഗത്തെ സെർവിക്സ് എന്നും വിളിക്കുന്നു. സെർവിക്സിൻ്റെ കനാലിനെ സെർവൈക്കൽ കനാൽ, യൂട്രസിൻ്റെ വലിയ ഏരിയയിലെ ക്യാവിറ്റിനെ യൂട്രൈൻ ക്യാവിറ്റി എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടി ചോദിച്ചേക്കാം. പക്ഷേ സാധാരണ ചോദ്യം വരിക അതല്ല. സാധാരണ ചോദ്യം വരാറ് യൂട്രസ് എടുത്താൽ അതിൻ്റെ ലെയറുകൾ ഏതൊക്കെയാണ്. അപ്പോൾ അത് നിങ്ങൾ സെർവിക്സിനെ നോക്കിയാലും ഇവിടെ നോക്കിയാലൊക്കെ യൂട്രസിൻ്റെ ഉള്ളിലുള്ള ലെയറുകൾ 3 ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. ഏറ്റവും പുറമെ ഒരു പെരിമെട്രിയം എന്ന് പറയുന്ന ഒരു ലെയറാണ് ഏറ്റവും പുറത്തുള്ളത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ. ക്ലിയർ ആണല്ലോ. ഇനി നടുവിൽ ധാരാളം സ്മൂത്ത് മസിൽ, ഇവിടെയൊക്കെ അങ്ങനെ തന്നെ, ഫണ്ടസിലും സെർവിക്സിലും ഒക്കെ അങ്ങനെ തന്നെ കേട്ടോ, എല്ലായിടത്തും യൂട്രസിൻ്റെ മൊത്തം ഭാഗത്ത് നടുവിലുള്ള ഏരിയ ദറ്റ് ഈസ് കോൾഡ് മയോമെട്രിയം. ആ ഒരു ലെയറിനെ വിളിക്കുന്ന പേരാണ് മയോമെട്രിയം. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്മൂത്ത് മസിൽസ്. ഓക്കെ, നമ്മുടെ ശരീരത്തിലെ സ്മൂത്ത് മസിലുകൾ എന്നറിയപ്പെടുന്ന മസിലുകൾ കൊണ്ടുണ്ടാക്കിയ ലെയറാണ്. ആൻഡ് ഇയാളാണ് യൂട്രസിൻ്റെ കോൺട്രാക്ഷൻ. നമ്മൾ കുഞ്ഞ് പ്രസവിക്കുമ്പോൾ കോൺട്രാക്ഷൻ ഉണ്ടാവുമല്ലോ, അതിൻ്റെ കാരണം ഈ ലെയറാണ്. ഇനി ഏറ്റവും ഉള്ളിലുള്ള ലെയർ ചോദിക്കും, ദാറ്റ് ഈസ് എൻഡോമെട്രിയം. അവിടെയാണ് എല്ലാ മാസവും നിങ്ങളുടെ ഫീമെയിൽസിൻ്റെ കേസിൽ ഈ എൻഡോമെട്രിയം ഉണ്ടാകും നശിക്കും. ഈ എൻഡോമെട്രിയം നശിക്കുമ്പോൾ ഇതിങ്ങനെ ഒരു ഫ്ലൂയിഡ് ആയിട്ട് പുറത്തോട്ട് വരും. അതാണ് നമ്മൾ മെൻസ്ട്രൽ ഫ്ലോ എന്നൊക്കെ പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഏറ്റവും ഉള്ളിലുള്ള ലെയറിൻ്റെ പേരെന്താ കുട്ടികളെ? എൻഡോമെട്രിയം. അപ്പോൾ ഇയാളെ കുറിച്ച് ചോദിക്കും, ഇയാളുടെ പ്രത്യേകത എന്താണ്? സോ അണ്ടർഗോ സൈക്ലിക്കൽ ചേഞ്ചസ് ഇൻ മെൻസ്ട്രൽ സൈക്കിൾ. ഇങ്ങനെ ചോദിക്കും, ഏത് ലെയറാണ് സൈക്ലിക്കൽ ചേഞ്ച് നടക്കുന്നത്? മെൻസ്ട്രൽ സൈക്കിളിൽ സൈക്ലിക്കൽ ചേഞ്ച് നടക്കുന്ന ലെയർ ഏതാണെന്ന് ചോദിക്കും. അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, ഏത് ലെയറാണ് ഗ്ലാൻഡുലാർ? അപ്പോൾ ഈ ലെയറാണ് ഗ്ലാൻഡുലാർ. ഇവിടെ ധാരാളം ഗ്ലാൻഡുകളുണ്ട്. ക്ലിയർ അല്ലേ കുട്ടികളെ? അപ്പോൾ ഇത് ഗ്ലാൻഡുലാർ ലെയറാണ്. അതുപോലെ അണ്ടർഗോ സൈക്ലിക്കൽ ചേഞ്ചസ് ഡ്യൂറിങ് മെൻസ്ട്രൽ സൈക്കിൾ. ഇത്രയും പറയാൻ പറ്റിയാൽ മതി. സെറ്റല്ലേ? അപ്പോൾ ഞാനിവിടെ എഴുതിയിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ, ഏതൊക്കെ ലെയർ എന്തൊക്കെ, ഇതാണ് സാധാരണ ചോദിക്കുക. ഇനി ഫീമെയിലിൻ്റെ അവസാനത്തെ ആക്സസറി ഡക്റ്റ് ചെയ്തേണ്ടേ ഇതിൻ്റെ താഴെയുള്ള ഏരിയ, ദാറ്റ് ഈസ് വജൈന. പുറമേക്ക് ഇപ്പോൾ സെക്ഷൽ ഇൻ്റർകോഴ്സിൻ്റെ ഒക്കെ സമയത്ത് അത്തരം പരിപാടികളെല്ലാം നടക്കുന്നത് ഈ ലെയറിലാണ്. ദാറ്റ് ഈസ് കോൾഡ് ഈ ഒരു ഏരിയയിലാണ്. ദാറ്റ് ഈസ് കോൾഡ് വജൈന. ഓക്കെ, അപ്പോൾ ഫീമെയിൽ ആക്സസറി ഡക്റ്റ് യഥാർത്ഥത്തിൽ 3 പാർട്ടാണ് നമുക്ക് പറയാം. ഫലോപ്പിയൻ ട്യൂബ്, യൂട്രസ്, വജൈന. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ, അപ്പോൾ അതിൽ ഓരോന്നിനെ കുറിച്ച് എന്തൊക്കെയാണ് ചോദിക്കുക എന്ന് ഞാൻ പറഞ്ഞു. വജൈനയെക്കുറിച്ച് അങ്ങനെ ചോദ്യങ്ങൾ വരാറില്ല. യൂട്രസിനെ കുറിച്ചും ഫലോപ്പിയൻ ട്യൂബിനെ കുറിച്ചുമാണ് ചോദ്യങ്ങൾ വരിക. ഇത് മാർക്ക് ചെയ്യാനും പഠിക്കണം. സെറ്റാണല്ലോ. ഇനി നമുക്ക് എന്താ നോക്കാനുള്ളത്? സ്പോമാറ്റോജെനിസിസും oogenesis. എങ്ങനെയാണ് മെയിൽ ഗാമീറ്റ് ഉണ്ടാവുക, എങ്ങനെയാണ് ഫീമെയിൽ ഗാമീറ്റ് ഉണ്ടാവുക? ഓക്കെ, നോക്കൂ, മെയിൽ ഗാമീറ്റ് ഉണ്ടാകുന്നത് മെയിലിൻ്റെ ടെസ്റ്റിസിനകത്ത് ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾസ് എന്ന് പറയുന്ന കമ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അല്ലേ. ആ കമ്പാർട്ട്മെൻറ്റുകളുടെ ഉള്ളിൽ കോയിൽ ചെയ്ത് കിടക്കുന്ന ട്യൂബുകളുണ്ട്. അവരുടെ പേരാണ് സെമിനിഫറസ് ട്യൂബ്യൂൾ. ആ സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ ഉള്ളിലാണ് സ്പേം ഉണ്ടാവുന്നത്. നോക്കൂ, സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ ഉള്ളിലുള്ള 2 ടൈപ്പ് സെല്ലുകൾ ഏതൊക്കെയാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. ഒന്നാമത്തെ അത് സെമിനിഫറസ് ട്യൂബ്യൂളാണ്. അതിനെ ലൈൻ ചെയ്തുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ 2 ടൈപ്പ് സെല്ലാണുള്ളത്. ഒന്നാമത്തെ ആൾ വേണ്ട ഇതാണ്. ദീസ് ആർ കോൾഡ് സ്പെർമാറ്റോഗോണിയം. എന്താ കുട്ടികളെ വിളിക്കുക? സ്പെർമാറ്റോഗോണിയം. ക്ലിയർ അല്ലേ? അതിൻ്റെ പ്ലൂരലാണ് സ്പെർമാറ്റോഗോണിയ. നോക്കൂ, രണ്ടാമത്തെ എന്താണെന്നറിയോ? ഈ വലിയ ആൾക്കാർ, ദീസ് ആർ കോൾഡ് സെർട്ടോളി സെൽസ്. എന്താണ്? സെർട്ടോളി സെൽസ്. ഓക്കെ, ഇപ്പോൾ 2 ടൈപ്പ് സെൽസ് ആണ്. ഇത് ചോദിക്കാറുണ്ട്, 2 മാർക്ക് ചോദ്യം. സെൽസ് ലൈനിങ് സെമിനിഫറസ് ട്യൂബ്യൂൾ ഏതൊക്കെയാണ്? സ്പെർമാറ്റോഗോണിയ അല്ലെങ്കിൽ സ്പെർമാറ്റോഗോണിയം ആൻഡ് സെർട്ടോളി സെൽസ്. ഇവരുടെ ഫംഗ്ഷൻ ചോദിക്കും. സ്പെർമാറ്റോഗോണിയത്തിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നറിയോ? ഇറ്റ് അണ്ടർഗോ മിയോസിസ്. നോക്കൂ, നമുക്ക് ഗമീറ്റ് ഉണ്ടാവുന്നത് മിയോസിസ് എന്ന് പറയുന്ന ഒരു സെൽ ഡിവിഷൻ്റെ സഹായത്തോടെയാണ്. അപ്പോൾ ഇയാൾക്കാണ് മിയോസിസ് നടക്കുക ടു ഫോം സ്പേം. അങ്ങനെയാണ് നമുക്ക് എന്തുണ്ടാവുക?
സ്പേം ഉണ്ടാവുന്നത്. ഓക്കെ, സോ സ്പെർമാറ്റോഗോണിയ അണ്ടർഗോ മിയോസിസ് ടു ഫോം സ്പേം. സെർട്ടോളി സെല്ലിൻ്റെ പണി എന്താ? ഇറ്റ് പ്രൊവൈഡ് നറിഷ്മെൻറ്റ്. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ് നറിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വളർച്ചയ്ക്ക് ആവശ്യമായ വസ്തുക്കളൊക്കെ കൊടുക്കുക. ഓക്കെ, ടു ഡെവലപ്പിംഗ് സ്പേംസ്. അതായത് സ്പെർമാറ്റോഗോണിയത്തിൽ ഡിവിഷൻ നടന്നിട്ടുണ്ടാകുന്ന മിയോസിസ് എന്ന് പറയുന്ന ഡിവിഷൻ നടന്നിട്ട് ആണ് സ്പേം ഉണ്ടാവുക. അങ്ങനെ ഉണ്ടായി വരുന്ന സ്പേമുകൾക്കെല്ലാം നറിഷ്മെൻറ്റ്, അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വസ്തുക്കൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സെർട്ടോളി സെല്ലിൻ്റെ ഫംഗ്ഷൻ. സോ ഇറ്റ് പ്രൊവൈഡ് നറിഷ്മെൻറ്റ് ടു ഡെവലപ്പിംഗ് സ്പേംസ്. ഡെവലപ്പ് ചെയ്യുന്ന സ്പേമുകൾക്ക് ആവശ്യമായിട്ടുള്ള നറിഷ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഇയാളുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സെറ്റാണോ? ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇത് രണ്ടും സ്ഥിരം ചോദ്യമാണ്. ഇനി എന്താ അടുത്ത ചോദ്യം? സ്പെർമാറ്റോജെനിസിൻ്റെ സ്റ്റെപ്പുകളാണ്. സ്പെർമാറ്റോജെനിസിസ് എങ്ങനെ നടക്കുന്നു നോക്കൂ. ആദ്യം തന്നെ നമ്മുടെ ടെസ്റ്റിസിനകത്ത് സ്പെർമാറ്റോഗോണിയങ്ങളുണ്ടല്ലേ, ഇവർ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലുകളാണ്. ആദ്യം ഇവർക്ക് മൈറ്റോസിസ് നടക്കും. ടെസ്റ്റിസിനകത്തുള്ള അല്ലെങ്കിൽ സെമിനിഫറസ് ട്യൂബ്യൂളിനകത്തുള്ള ഈ സ്പെർമാറ്റോഗോണിയങ്ങൾക്ക് മൈറ്റോസിസ് നടക്കും. എന്നിട്ട് അവരുടെ എണ്ണം കൂടും. മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ സെല്ലിൻ്റെ എണ്ണം കൂടുന്ന ഡിവിഷനാണ്. അപ്പോൾ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഇവർക്ക് മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ ഡിപ്ലോയിഡ് ആയുള്ള ഒരുപാട് സെല്ലുകൾ കിട്ടും. ക്ലിയർ ആണല്ലോ? ഇനി എന്താ സംഭവിക്കുക? ഇങ്ങനെ ഉണ്ടാകുന്ന ആളുകളിൽ ചില ആളുകൾ ഇങ്ങനെ ചെറുതായിട്ട് സൈസൊക്കെ കൂടാൻ തുടങ്ങും. ഡിവിഷനൊന്നും നടക്കുന്നില്ല, സൈസ് കൂടും. ദേ ആർ കോൾഡ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. അവർ ഡിപ്ലോയിഡ് തന്നെയാണ്. ദേ ആർ കോൾഡ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. അപ്പോൾ സ്പെർമാറ്റോഗോണിയം നേരെ എന്തായിട്ട് മാറുന്നു? പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആയി മാറുന്നു. ക്ലിയർ അല്ലേ? ഇനി ഓരോ പ്രൈമറി സ്പെർമാറ്റോസൈറ്റുകൾക്കും മിയോസിസ് നടക്കുന്നു. മിയോസിസ് 2 സ്റ്റെപ്പിലായിട്ടാണ് നടക്കുക. ആദ്യം മിയോസിസ് 1 നടക്കും. അപ്പോൾ ഇവരുടെ ക്രോമസോം നമ്പർ പകുതിയാകും. ക്ലിയർ അല്ലേ? അപ്പോൾ ആദ്യം തന്നെ പ്രൈമറി സ്പെർമാറ്റോസൈറ്റിന് മിയോസിസ് 1 നടക്കുന്നു. അപ്പോൾ ക്രോമസോം നമ്പർ പകുതിയായിട്ടുള്ള 2 സെല്ലുകൾ കിട്ടുന്നു. ദേ ആർ കോൾഡ് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്. അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്. ഇനി സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിന് മിയോസിസ് 2 നടക്കുന്നു. മിയോസിസിൻ്റെ 2 സ്റ്റെപ്പ് അത്. ആദ്യം മിയോസിസ് 1 നടക്കും. അപ്പോൾ ക്രോമസോം നമ്പർ പകുതിയായുള്ള 2 സെല്ല് കിട്ടും. ഇനി ഈ 2 സെല്ലുകൾക്കും മിയോസിസ് 2 നടക്കും. അങ്ങനെ നടക്കുമ്പോൾ ഇവിടെ നിന്ന് ഇതൊരു മൈറ്റോസിസ് പോലെ തന്നെയാണ് കേട്ടോ. മിയോസിസ് 2 എന്ന് പറഞ്ഞാൽ മൈറ്റോസിസ് പോലെ തന്നെയാണ്. ഈ ഓരോ സെല്ലിൽ നിന്നും അതിനോട് സാമ്യമുള്ള അതേപോലത്തെ 2 സെല്ല് വീതമായിട്ട് മാറുന്നു. അതാണ് മൈറ്റോസിസിൻ്റെ പ്രത്യേകത. അപ്പോൾ ഓരോ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിൽ നിന്നും 2 ആളുകളെ വീതം നിങ്ങൾക്ക് കിട്ടും. ദീസ് ആർ കോൾഡ് സ്പെർമാറ്റിഡ്സ്. ഇവരെ വിളിക്കുന്ന പേരാണ് സ്പെർമാറ്റിഡ്സ്. ക്ലിയർ ആണോ? അപ്പോൾ മിയോസിസ് 2 നടന്നു കഴിയുമ്പോൾ 4 സ്പെർമാറ്റിഡ് കിട്ടും. മിയോസിസ് 2 എന്ന് പറഞ്ഞാൽ മൈറ്റോസിസ് പോലെ തന്നെയാണ്. ഇങ്ങനെ മിയോസിസ് 2 ഈസ് ജസ്റ്റ് ലൈക്ക് മൈറ്റോസിസ് കേട്ടോ. അപ്പോൾ മിയോസിസ് 1 നടന്നുണ്ടാവുന്ന 2 ആളുകൾക്കും മിയോസിസ് 2 നടക്കുന്നു. അപ്പോൾ ഫൈനലി അതേപോലത്തെ 4 ആൾക്കാരെ ടോട്ടൽ കിട്ടുന്നു അല്ലേ. ആൻഡ് ഈ കിട്ടുന്ന ആളുകളെ സ്പെർമാറ്റിഡ്സ് എന്നാണ് വിളിക്കുക. ആൻഡ് ദ ഫൈനൽ സ്റ്റെപ്പ്, സ്പെർമാറ്റിഡുകൾ അവരുടെ രൂപത്തിൽ ചേഞ്ച് വരുത്തുന്നു. ജസ്റ്റ് രൂപം മാത്രം ചേഞ്ച് ചെയ്തുകൊണ്ട് ദേ ബിക്കം സ്പെർമാറ്റോഗോണിയ അല്ലെങ്കിൽ ദേ ബിക്കം സ്പെർമാറ്റോസോവ അല്ലെങ്കിൽ സ്പെർമാറ്റോസോവ അല്ലെങ്കിൽ സ്പേം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, മെയിൽ ഗാമീറ്റ്. സെറ്റാണല്ലോ കുട്ടികളെ? ഇവരെല്ലാം ഹാപ്ലോയിഡ് ആണ്. സോ ദീസ് ആർ ദ സ്റ്റെപ്സ് ഇൻ സ്പെർമാറ്റോജെനിസിസ്. അപ്പോൾ നമ്മളോട് ചോദിക്കാം, ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് എത്ര സ്പേം കിട്ടും? എത്രണ്ണം കിട്ടും? എത്ര സ്പെർമാറ്റോസോവ അല്ലെങ്കിൽ സ്പേം കിട്ടും? 4 എണ്ണം കിട്ടും. ക്ലിയർ ആണല്ലോ കുട്ടികളെ? ഓക്കെ. അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നേക്കാം. അല്ലെങ്കിൽ ഇത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാം. സ്പെർമാറ്റോഗോണിയം, പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്, സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്, സ്പെർമാറ്റിഡ്, സ്പെർമാറ്റോസോവ. അല്ലെങ്കിൽ മറ്റൊരു ചോദ്യം ചോദിക്കും. നോക്കൂ, സ്പെർമാറ്റിഡ് സ്പെർമാറ്റോസോവയാകുന്ന പരിപാടിനെ എന്താ വിളിക്കുക എന്ന് ചോദിക്കും. നോക്കൂ, സ്പെർമാറ്റിഡ് സ്പെർമാറ്റോസോവയാകുന്ന പരിപാടിയെ എന്താണ് വിളിക്കുക എന്ന് ചോദിക്കും. ദാറ്റ് ഈസ് കോൾഡ് സ്പെർമിയോജെനസിസ്. അതിനെ വിളിക്കുന്ന പേരാണ് സ്പെർമിയോജെനസിസ്. സെറ്റാണോ? വാട്ട് ഈസ് സ്പെർമിയോജെനസിസ്? കൺവേർഷൻ ഓഫ് സ്പെർമാറ്റിഡ് ടു സ്പെർമാറ്റോസോവ. റെഡി അല്ലേ? ഇനി മക്കളെ അടുത്ത ചോദ്യം, വൈ സ്പെർമാറ്റോജെനിസിസ് സ്റ്റാർട്ടഡ് പ്യൂബർട്ടി? എന്തുകൊണ്ട് പ്യൂബർട്ടിയിൽ മാത്രം തുടങ്ങുന്നത്? എന്തുകൊണ്ട് അതുവരെ സ്പെർമാറ്റോജെനിസിസ് തുടങ്ങാത്തതെന്ന് നോക്കൂ. പ്യൂബർട്ടി എത്തുമ്പോൾ നമ്മുടെ ഹൈപ്പോതലാമസിൽ നിന്നൊരു ഹോർമോൺ ഉണ്ടാകും. അയാളുടെ പേരാണ് GnRH, ഗൊണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺ. എന്താണ് GnRH അല്ലെങ്കിൽ ഗൊണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺ? ഹൈപ്പോതലാമസ് ഉണ്ടാക്കുന്ന ഈ ഹോർമോൺ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറയുന്ന ഭാഗത്ത് വന്ന് ആക്ട് ചെയ്യും. ഓക്കെ, സോ GnRH ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹൈപ്പോതലാമസ്. ഇറ്റ് ആക്ട് ഓൺ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. അങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി LH ഉണ്ടാക്കും. LH എന്ന് പറഞ്ഞാൽ ലൂട്ടീനൈസിങ് ഹോർമോൺ. പറഞ്ഞ മക്കളെ, ലൂട്ടീനൈസിങ് ഹോർമോണിനെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഉണ്ടാക്കും. ഇറ്റ് ആക്ട് ഓൺ ലേഡിക് സെൽ ഓഫ് ടെസ്റ്റിസ്. മെയിലിൻ്റെ ടെസ്റ്റിസിലുള്ള ലേഡിക് സെല്ലിൽ ഈ LH വന്നിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ ലേഡിക് സെൽ വിൽ പ്രൊഡ്യൂസ് ആൻഡ്രോജൻ. ലേഡിക് സെല്ല് ആൻഡ്രോജൻ ഉണ്ടാക്കും. ആൻഡ്രോജൻ എന്ന് പറഞ്ഞാൽ മെയിലിൻ്റെ സെക്സ് ഹോർമോണാണ്, അതിനുണ്ടാക്കും. ആൻഡ്രോജൻ സ്റ്റിമുലേറ്റ് സ്പെർമാറ്റോജെനിസിസ്. ആൻഡ്രോജൻ സ്പെർമാറ്റോജെനിസിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് സ്പെർമാറ്റോജെനിസിസ് പ്യൂബർട്ടിയിൽ തുടങ്ങുന്നത്. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ. സോ ഇത് ഇങ്ങനെയാണ് ചോദിക്കുക, LHൻ്റെ ഫംഗ്ഷൻ എന്താണ് മെയിലിൻ്റെ കേസിൽ? ലൂട്ടീനൈസിങ് ഹോർമോണിൻ്റെ ഫംഗ്ഷൻ, ഇറ്റ് ആക്ട് ഓൺ ലേഡിക് സെൽ ഓഫ് ടെസ്റ്റിസ് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇറ്റ് സ്റ്റിമുലേറ്റ് പ്രൊഡക്ഷൻ ഓഫ് ആൻഡ്രോജൻ. ആൻഡ് ആൻഡ്രോജൻ സ്റ്റിമുലേറ്റ് സ്പെർമാറ്റോജെനിസിസ്. ക്ലിയർ അല്ലേ? ഒരു കാര്യം കൂടിയുണ്ട്,
GnRH ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി വന്ന് ആക്ട് ചെയ്ത ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി LH മാത്രമല്ല ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ലെങ്കിൽ FSH എന്ന് പറയുന്ന ഹോർമോണിനെയും ഉണ്ടാക്കും. ഈ ഹോർമോൺ സെർട്ടോളി സെല്ലിൽ വന്നിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ സെർട്ടോളി സെല്ല് ചില ഫാക്ടേഴ്സിനെ ഉണ്ടാക്കും. ആ ഫാക്ടേഴ്സ് സ്പെർമാറ്റോജെനിസിസിലെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള സ്പെർമിയോജെനിസിസ് നടക്കാൻ സഹായിക്കും. സോ സെർട്ടോളി സെൽ പ്രൊഡ്യൂസ് ഫാക്ടേഴ്സ് നീഡഡ് ഫോർ സ്പെർമിയോജെനസിസ്. സ്പെർമാറ്റോജെനിസിസിന് ആദ്യത്തെ തുടക്ക കാര്യങ്ങളൊക്കെ ഇയാൾ തുടക്കം കുറിക്കും. ഇത് ആൻഡ്രോജൻ സ്റ്റിമുലേറ്റ് സ്പെർമാറ്റോജെനിസിസ്. എന്നാൽ സ്പെർമാറ്റോജെനിസിസിലെ അവസാനത്തെ സ്റ്റെപ്പ് അത് നടക്കാനുള്ള ചില കാര്യങ്ങൾക്കൊക്കെ ആര് പരിപാടി നടത്തിക്കോളും? ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ സെർട്ടോളി സെല്ലിൽ ഒന്ന് ആക്ട് ചെയ്യുമ്പോൾ സെർട്ടോളി സെല്ല് ചില ഫാക്ടേഴ്സിനെ ഉണ്ടാക്കും. അതിൻ്റെ ഫലമായി ലാസ്റ്റ് സ്റ്റെപ്പും നടക്കും. ക്ലിയർ ആണോ? അപ്പോൾ കംപ്ലീറ്റ് സ്പെർമാറ്റോജെനിസിസ് നടന്നു കഴിഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് സ്പെർമാറ്റോജെനിസിസ് പ്യൂബർട്ടിയിൽ നടക്കുന്നതെന്ന് ചോദിച്ചേക്കാം. അല്ലെങ്കിൽ FSHൻ്റെയും LHൻ്റെയും ഫംഗ്ഷൻ ഇൻ മെയിൽസ് ചോദിക്കും. ക്ലിയർ അല്ലേ? ഇനി FSHനെയും LHനെയും ഒന്നിച്ച് വിളിക്കുന്ന പേരും ചോദിക്കും. 1 മാർക്ക് ചോദ്യം. FSHനെയും LHനെയും കൂടി ഒന്നിച്ച് വിളിക്കുന്ന പേരാണ് ഗൊണാഡോട്രോഫിൻസ്. എന്താ വിളിക്കുക? ഗൊണാഡോട്രോഫിൻസ്. ക്ലിയർ അല്ലേ? ഗൊണാഡോട്രോഫിനുകൾ. ഇവർ രണ്ടുപേരും ഗൊണാഡോട്രോഫിനുകളാണ്. ദാറ്റ്സ് ഇറ്റ്. ഇനി നോക്കൂ, സ്പെർമാറ്റോജെനിസിസുമായി ബന്ധപ്പെട്ട് ഇനി ചോദിക്കാൻ സാധ്യതയുള്ളത് സ്പേമിൻ്റെ ഡയഗ്രമാണ്. നമ്മൾ സ്പേമിനെ നോക്കിക്കഴിഞ്ഞാൽ സ്പേമിനൊരു ഹെഡ് കാണാൻ പറ്റും, ഒരു ചെറിയൊരു നെക്ക്, നമുക്കൊക്കെ ഉള്ളതുപോലെ ചെറിയൊരു നെക്ക് കാണാൻ പറ്റും. ദെൻ ഒരു ഏരിയ കാണാം. ദിസ് ഈസ് കോൾഡ് മിഡിൽ പീസ്. ഈ നടുവിലുള്ള ഏരിയനെയാണ് മിഡിൽ പീസ്. ആൻഡ് ഫൈനലി ടെയിൽ. സോ ദീസ് ആർ ദ പാർട്സ്: ഹെഡ്, നെക്ക്, മിഡിൽ പീസ്, ടെയിൽ. ഇനി ഓരോ ഏരിയയിലും എന്താണുള്ളതെന്ന് ചോദിച്ചേക്കാം. നോക്കൂ, ഹെഡിൽ നോക്കിക്കഴിഞ്ഞാൽ ശരീരത്തിനെ മൊത്തം കവർ ചെയ്തൊരു പ്ലാസ്മ മെംബ്രെയിൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹെഡിൽ അക്രോസോം എന്ന് പറയുന്ന ഒരു ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചർ കാണാൻ പറ്റും. അക്രോസോം ഈസ് എ ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചർ ഇൻ ഹെഡ്. ഓക്കെ, ഈ അക്രോസോമിലുള്ള എൻസൈമുകൾ, ധാരാളം എൻസൈമുകളുണ്ട്. അവർ സ്പേമിനെ ഓവത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകാൻ വേണ്ടി സഹായിക്കും. ക്ലിയർ ആണല്ലോ കുട്ടികളെ? ഓക്കെ, സോ അക്രോസോമിലെ എൻസൈമുകളുടെ ഫംഗ്ഷൻ ചോദിക്കും. ഇറ്റ് ഹെൽപ്സ് ടു പെനട്രേറ്റ് സോണ പെല്ലൂസിഡ. നോക്കൂ, സോണ പെല്ലൂസിഡ നമുക്ക് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഓവത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ കേട്ടോ. ഓവത്തിൻ്റെ ചുറ്റുമുള്ള ഒരു ആവരണമാണ്, ഒരു മെംബ്രെയിനാണ് സോണ പെല്ലൂസിഡ. അതിനെ കവർ ചെയ്ത്, അതിനെ പിയേഴ്സ് ചെയ്ത്, അതിനെ ഓട്ടയാക്കി, അതിനെ പെനട്രേറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ, അങ്ങനെ ഓവത്തിലേക്ക് കയറിപ്പോവാൻ ഇയാളെ സഹായിക്കും. ക്ലിയർ അല്ലേ? ഏത് ലെയറിനെ? സോണ പെല്ലൂസിഡ ഓഫ് ഓവം. ഓവത്തിൻ്റെ സോണ പെല്ലൂസിഡയെ ഓട്ടയാക്കി പെനട്രേറ്റ് ചെയ്ത് കടന്നു പോകാൻ വേണ്ടി അക്രോസോം സഹായിക്കും. ഇനി ഹെഡിൽ എന്താ ഉള്ളത്? ഹെഡിലൊരു ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഉണ്ട്. അതിനകത്ത് ക്രോമസോമൽ മെറ്റീരിയൽ ഉണ്ടാവും, അല്ലെങ്കിൽ DNA ഉണ്ടാകും. ക്ലിയർ അല്ലേ? ഇനി മിഡിൽ പീസിൽ എന്താ ഉള്ളത്? ധാരാളം മൈറ്റോകോൺട്രിയ ഉണ്ട്. ഇറ്റ് ഈസ് ദ എനർജി സോഴ്സ് ഫോർ സ്വിമ്മിങ്. നോക്കൂ, മൈറ്റോകോൺട്രിയ സെല്ലിനകത്ത് എനർജി പ്രൊവൈഡ് ചെയ്യുന്ന പാർട്ടാണ്, അല്ലെങ്കിൽ സെല്ലിൽ എനർജി ഉണ്ടാക്കുന്ന പാർട്ടാണ് മൈറ്റോകോൺട്രിയ. അപ്പോൾ ഈ സ്പേമിന് മൂവ് ചെയ്യാൻ വേണ്ടിയുള്ള എനർജി ഉണ്ടാക്കുന്നത് ഈ മൈറ്റോകോൺട്രിയയാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് മാർക്ക് ചെയ്യാൻ വേണ്ടി ചോദിച്ചേക്കാം. ഇനി മാർക്ക് ചെയ്യാൻ ചോദിക്കുന്ന മറ്റൊരു കാര്യമാണിത്. ഇത് നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ ഉള്ളിലുള്ള ഒരു ഡയഗ്രാണ്. അപ്പോൾ ഇതിനകത്ത് എല്ലാ സെല്ലുകളും മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്പെർമാറ്റോഗോണിയം മാർക്ക് ചെയ്തിട്ടുണ്ട്, സെർട്ടോളി സെല്ല് മാർക്ക് ചെയ്തിട്ടുണ്ട്, പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്, സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്, സ്പെർമാറ്റിഡ്, സ്പെർമാറ്റോസോവ. ഈ ഒരു ഡയഗ്രാം NCERTയിലുള്ള ഡയഗ്രാമാണ്. ഇത് മാർക്ക് ചെയ്യാൻ മസ്റ്റായിട്ട് പഠിക്കണം. ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇതേപോലെ മാർക്ക് ചെയ്യാൻ പഠിക്കുക. അതായത് ഞാൻ നേരത്തെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന എല്ലാ സെല്ലുകളും, ഓക്കെ, ഓൾ സെൽസ് ആർ ഗിവൺ ദർ, ഈ ഒരു ഡയഗ്രത്തിൽ തന്നിട്ടുണ്ട്, മാർക്ക് ചെയ്യാൻ പഠിക്കുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. ഇത്രയേ ഉള്ളൂ സ്പെർമാറ്റോജെനിസിസ്. നൗ ലെറ്റ്സ് മൂവ് ടു oogenesis. അടുത്ത് നമ്മൾ എന്താ നോക്കാൻ പോകുന്നത്? oogenesis. നോക്ക്, oogenesisൻ്റെ പ്രത്യേകത കുറച്ച് കോംപ്ലിക്കേറ്റഡാണ്, പക്ഷെ നന്നായി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പെൺകുട്ടികൾ നോക്കൂ, ആണുങ്ങളിൽ സ്പെർമാറ്റോജെനിസിസ് പ്യൂബർട്ടിയിലാണ് തുടങ്ങുന്നത് അല്ലേ? എന്നാലൊരു പെൺകുട്ടി അവളുടെ അമ്മയുടെ ഗർഭാശയത്തിൽ അവൾ ജീവിക്കുന്ന കാലം ഉണ്ടല്ലോ, അമ്മയുടെ ഉള്ളിൽ അവൾ ജീവിക്കുമ്പോൾ തന്നെ അവളുടെ ഓവറിക്കകത്ത് oogenesis സ്റ്റാർട്ട് ചെയ്യും. യെസ്, കം ഹിയർ, ഞാൻ പറഞ്ഞുതരാം. നോക്ക്, അവൾ അമ്മയുടെ ഗർഭാശയത്തിൽ ജീവിക്കുമ്പോൾ തന്നെ അവളുടെ ഓവറിക്കകത്ത് ഊഗോണിയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. ആ ഊഗോണിയങ്ങളെല്ലാം തന്നെ ജസ്റ്റ് മിയോസിസ് സ്റ്റാർട്ട് ചെയ്യും. അവർ ജസ്റ്റ് മിയോസിസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അവർ പ്രൈമറി ഊസൈറ്റ്, നോക്കൂ, ഡിവിഷൻ നടക്കുമൊന്നുമില്ല, ജസ്റ്റ് പ്രൈമറി ഊസൈറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് മാറും. അത്ര മനസ്സിലാക്കിയാൽ മതി. ഇതൊക്കെ അവൾ അമ്മയുടെ ഗർഭാശയത്തിലുള്ളപ്പോഴാണ് നടക്കുക. എന്നാൽ പിന്നീട് ഒന്നും സംഭവിക്കില്ല. അവളെ അമ്മ പ്രസവിക്കുന്നു, അവൾ പുറത്തോട്ട് വരുന്നു. അവൾ പുറത്തോട്ട് വരുമ്പോൾ ഡിവിഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. നമുക്ക് നോക്കൂ, ഈ മിയോസിസിൻ്റെ പ്രത്യേകത, മിയോസിസ് 1 ഉണ്ട്, മിയോസിസ് 2 ഉണ്ട്. ഈ മിയോസിസ് 1 തന്നെ കുറേ സ്റ്റേജ് ഉണ്ട്. പ്രോ ഫേസ്, മെറ്റാ ഫേസ്, അനാഫേസ്, കുറേ ഫേസ് ഉണ്ട്. അപ്പോൾ അതിലെ തുടക്കത്തിലേക്ക് മാത്രമേ എത്തുന്നുള്ളൂ. സോ അമ്മയുടെ ഗർഭാശയത്തിൽ വളരുമ്പോൾ ഊഗോണിയം ജസ്റ്റ് സ്റ്റാർട്ട് മിയോസിസ് ആൻഡ് എൻ്റർ, അല്ലെങ്കിൽ ആൻഡ് ബിക്കം പ്രൈമറി oocyte. ജസ്റ്റ് തുടങ്ങേ ഉള്ളൂ. ബട്ട് ഇറ്റ് വിൽ നോട്ട് കംപ്ലീറ്റ് മിയോസിസ് 1. അത് കംപ്ലീറ്റ് ചെയ്യുന്നില്ല.
ഇത്രയേ ഉള്ളൂ. ഇനി അവളെ അമ്മ പ്രസവിക്കുന്നു. ഇത് ഫീറ്റൽ ലൈഫ്, ഗർഭാശയത്തിലുള്ള ജീവിതം. അത് കഴിഞ്ഞ് അമ്മ അവളെ പ്രസവിക്കുന്നു, അവളുടെ കുട്ടിക്കാലത്തിലൂടെ കടന്നു പോകുന്നു. അപ്പോഴൊന്നും ഒരു ചേഞ്ചും സംഭവിക്കില്ല. ഈ ഊഗോണിയങ്ങൾ പ്രൈമറി ഊസൈറ്റായി ആ രൂപത്തിൽ അവിടെ ഇരിക്കും. എന്നാൽ ദ primary oocyte undergo meiosis 1 or it complete meiosis 1 only after puberty. അവരുടെ ചൈൽഡ്ഹുഡ് ഒക്കെ കഴിഞ്ഞ് പ്യൂബേർട്ടിക്ക് ശേഷം മാത്രമാണ്, അല്ലെങ്കിൽ പ്യൂബേർട്ടി എത്തുമ്പോൾ മാത്രമാണ് അവിടെ പ്രൈമറി ഊസൈറ്റ് മിയോസിസ് 1 കംപ്ലീറ്റ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞുതരാം, ഫീമെയിൽ ഓവറിയിൽ ധാരാളം ഊഗോണിയങ്ങൾ ഉണ്ടാകും. അവൾ ഗർഭാശയത്തിൽ വളരുമ്പോൾ തന്നെ ആ ഊഗോണിയങ്ങളെല്ലാം നോക്കൂ, ആ ഊഗോണിയ ലക്ഷക്കണക്കിന് ഊഗോണിയങ്ങൾ അവരെല്ലാം തന്നെ പ്രൈമറി ഊസൈറ്റുകളായിട്ട് മാറുന്നുണ്ട്. അവൾ ജനിച്ച് പുറത്തോട്ട് വന്നു, അവൾക്ക് പ്യൂബേർട്ടി എത്തിക്കഴിഞ്ഞാൽ ഓരോ മാസവും അവളുടെ ഓരോ പ്രൈമറി ഊസൈറ്റുകൾ മിയോസിസ് 1 കംപ്ലീറ്റ് ചെയ്യും. അവൾ പ്യൂബേർട്ടി എത്തുമ്പോൾ അവളുടെ അടുത്ത് ഒരുപാട് പ്രൈമറി ഊസൈറ്റ് ഉണ്ട് പ്യൂബേർട്ടി സമയത്ത്. ഓക്കെ, പക്ഷേ ആ പ്രൈമറി ഊസൈറ്റുകളിലെ ഓരോന്നാണ് ഓരോ മാസവും മിയോസിസ് 1 കംപ്ലീറ്റ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, എനിവേ, സോ ആഫ്റ്റർ പ്യൂബേർട്ടി അല്ലെങ്കിൽ അറ്റ് പ്യൂബേർട്ടി ദ പ്രൈമറി ഊസൈറ്റ് കംപ്ലീറ്റ് മിയോസിസ് 1. അങ്ങനെ മിയോസിസ് 1 കംപ്ലീറ്റ് ചെയ്താൽ നോക്കൂ, ഒരു അൺഈക്വൽ ഡിവിഷനാണ്. എനിവേ ന്യൂക്ലിയസ് പകുതിയാവും. 2 സെല്ല് ഉണ്ടാകും, 2 പേർക്കും ന്യൂക്ലിയസ് പകുതി കിട്ടും. എന്നാൽ സൈറ്റോപ്ലാസം മാക്സിമം ഒരു സെല്ലിനാണ് കിട്ടുക. മിയോസിസ് 1 നമുക്കറിയാം ന്യൂക്ലിയസ് പകുതിയാവും, ക്രോമസോം നമ്പർ പകുതിയാവും. സൈറ്റോപ്ലാസും പകുതിയാകേണ്ടതാണ്. പക്ഷേ ഇവിടെ സൈറ്റോപ്ലാസത്തിൻ്റെ മാക്സിമം ഒരാൾക്കും വളരെ കുറച്ചൊരാൾക്കോ കിട്ടുക. സൈറ്റോപ്ലാസത്തിൻ്റെ മാക്സിമം ആർക്കാണോ കിട്ടുന്നത് അയാളെ സെക്കൻഡറി ഊസൈറ്റ് എന്ന് വിളിക്കും. സൈറ്റോപ്ലാസത്തിൻ്റെ ഒരു തുണ്ട് വളരെ കുറച്ച് മാത്രം ആർക്കാണോ കിട്ടുന്നത് അയാളെ ഫസ്റ്റ് പോളാർ ബോഡി എന്ന് വിളിക്കും. ക്ലിയർ ആണോ? സോ പ്രൈമറി ഊസൈറ്റ് അണ്ടർഗോ മിയോസിസ് 1 ടു പ്രൊഡ്യൂസ് സെക്കൻഡറി ഊസൈറ്റ് ആൻഡ് ഫസ്റ്റ് പോളാർ ബോഡി. ഇനി നോക്കൂ, ഈ സെക്കൻഡറി ഊസൈറ്റിന് മിയോസിസ് 2 നടക്കും. സെക്കൻഡറി ഊസൈറ്റിന് മിയോസിസ് 2 നടക്കുമ്പോൾ എന്താ കിട്ടുക എന്നറിയോ? ഇതേപോലെ നോക്കൂ, മിയോസിസ് 2 എന്ന് പറഞ്ഞാൽ മൈറ്റോസിസ് പോലെ തന്നെയാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താ, ഈ സെല്ലിന് മിയോസിസ് 2 നടന്നാൽ ഇതേപോലത്തെ 2 സെല്ലാണ് കിട്ടേണ്ടത്. അതായത് ക്രോമസോം നമ്പർ ഇതിന് N ആണെങ്കിൽ ഉണ്ടാകുന്ന 2 സെല്ലിനും N ആയിരിക്കണം. ശരിയല്ലേ? ശരിയാണ്. ക്രോമസോം നമ്പർ 2 പേർക്കും N ആയിട്ട് തന്നെയാണ് കിട്ടുക. പക്ഷേ സൈറ്റോപ്ലാസത്തിന് മേജർ എമൗണ്ട് ഒരാൾക്കാണ് കിട്ടുക, മറ്റേ ആൾക്ക് സൈറ്റോപ്ലാസത്തിൻ്റെ കുറച്ചേ കിട്ടുള്ളൂ. സൈറ്റോപ്ലാസത്തിൻ്റെ വളരെ കുറച്ച് മാത്രം കിട്ടുന്ന ആൾ ഇറ്റ് ബിക്കം സെക്കൻഡ് പോളാർ ബോഡി. അയാൾ എന്തായിട്ട് മാറും കുട്ടികളെ? സെക്കൻഡ് പോളാർ ബോഡി ആയിട്ട് മാറും. സെറ്റാണോ? സോ ഫൈനലി നിങ്ങൾക്ക് മെച്ചുവർ ആയിട്ടുള്ള, നോക്കൂ, സെക്കൻഡറി ഊസൈറ്റിന് മിയോസിസ് 2 നടന്നിട്ടില്ല, മെച്ചുവർ ആയിട്ടുള്ള എത്ര ഓവമാണ് കിട്ടുന്നത്? ഒരൊറ്റ ഓവമാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളോട് ചോദിക്കും, ഒരു പ്രൈമറി ഊസൈറ്റിൽ നിന്ന് എത്ര ഓവം കിട്ടും? ഒരൊറ്റ മെച്ചുവർ ഓവമാണ് കിട്ടുക. ക്ലിയർ ആണോ കുട്ടികളെ? യെസ് ഓർ നോ? ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ ഒരു ഡയഗ്രവും ചോദിക്കും, ഇതിൽ ഇവരുടെ പേര് ചോദിക്കും, എന്താ? ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പോളാർ ബോഡി. ക്ലിയർ അല്ലേ? അപ്പോൾ ഫീമെയിലിൻ്റെ കേസിൽ ഇത്രയേ ഉള്ളൂ, എല്ലാ മാസവും ഒരു പ്രൈമറി ഊസൈറ്റ് മിയോസിസ് 1 കംപ്ലീറ്റ് ചെയ്ത് സെക്കൻഡറി ഊസൈറ്റും ഫസ്റ്റ് പോളാർ ബോഡി ആയിട്ട് മാറും. ഇനി സെക്കൻഡറി ഊസൈറ്റ് അതിൻ്റെ മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്ത് മെച്ചുറോവും സെക്കൻഡ് പോളാർ ബോഡിയും ആയിട്ട് മാറും. ക്ലിയർ ആണല്ലോ? ദാറ്റ്സ് ഇറ്റ്. ഇനി നമ്മളോട് ചോദിക്കാറുണ്ട്, അപ്പോൾ ഇവിടെ അൺഈക്വൽ ഡിവിഷനാണ് നടക്കുന്നത് അല്ലേ? ഒരു അൺഈക്വൽ ആണ്. ഇവരുടെ സൈറ്റോപ്ലാസം കുറച്ച് ഇയാൾക്ക് കിട്ടുന്നുള്ളൂ, ഇവിടെയും അൺഈക്വൽ ഡിവിഷനാണ്. സോ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഈ അൺഈക്വൽ ഡിവിഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഇത്രയേ ഉള്ളൂ, ഓൺലി വൺ ഓവം പ്രൊഡ്യൂസ്ഡ് ഫ്രം എ സെക്കൻഡറി ഊസൈറ്റ്, ഫ്രം എ പ്രൈമറി ഊസൈറ്റ് അല്ലേ? ഒരു പ്രൈമറി ഊസൈറ്റിൽ നിന്ന് ഒരൊറ്റ ഓവം മാത്രമാണ് ഉണ്ടാകുന്നത്. ക്ലിയർ ആണല്ലോ കുട്ടികളെ? ഓക്കെ, അതാണ് ഒരു സിഗ്നിഫിക്കൻസ്. വേറെയും ഉണ്ട്, ഏറ്റവും മിനിമം ഇതെങ്കിലും നിങ്ങൾ പഠിക്കുക. ഇനി നോക്കൂ, ഓവറിക്കകത്ത് നോക്കൂ, എല്ലാ മാസവും ഞാൻ പറഞ്ഞു ധാരാളം പ്രൈമറി ഊസൈറ്റുകൾ ഉണ്ട്. അതിൽ ഓരോ മാസവും ഓരോരുത്തർക്ക് മിയോസിസ് 1 കംപ്ലീറ്റ് ചെയ്തിട്ടാണ് സെക്കൻഡറി ഊസൈറ്റ് ആയിട്ട് മാറാറ്. ശരിയല്ലേ കുട്ടികളെ? ഓക്കെ, നോക്കൂ, ഈ പറയുന്ന പ്രൈമറി ഊസൈറ്റുകളെല്ലാം ഓവറിയിലെ പ്രത്യേക ഫോളിക്കിളുകൾ എന്നറിയപ്പെടുന്ന സ്ട്രക്ചറുകൾക്കുള്ളിലാണ് ഉള്ളത്. സോ ദീസ് ആർ ദ ഫോളിക്കിൾസ്. ഓക്കെ, ദീസ് ആർ പ്രൈമറി ഫോളിക്കിൾസ്. ഓക്കെ, സോ ഓവറിയിലുള്ള പ്രൈമറി ഫോളിക്കിളുകൾക്കകത്താണ് ഈ പ്രൈമറി ഊസൈറ്റുകളെല്ലാം ഉള്ളത്. ഇനി അവർക്ക് ഡിവിഷൻ ഓരോ മാസവും ഇനി എന്താവണം? അവർക്ക് ഡിവിഷൻ നടക്കണം അല്ലേ? എന്നിട്ട് അവർ സെക്കൻഡറി യൂസൈറ്റ് ഒക്കെ ആയിട്ട് മാറണം. സെക്കൻഡറി യൂസൈറ്റ് വീണ്ടും ഡിവിഷൻ നടന്നിട്ടാണ് മെച്ചുവർ ഓവമായിട്ട് മാറുന്നത്. സോ ഇവർക്ക് ഈ ഡിവിഷൻ, ഇതിൻ്റെ ഉള്ളിലുള്ള ഊസൈറ്റുകൾക്ക് ഡിവിഷൻ നടക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഫോളിക്കിളുകളുടെ സൈസ് കൂടാൻ തുടങ്ങും. അങ്ങനെ പ്രൈമറി ഫോളിക്കിൾ കുറച്ച് കഴിയുമ്പോൾ സെക്കൻഡറി ഫോളിക്കിളായിട്ട് മാറാൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ ടെർഷ്യറി ഫോളിക്കിളായിട്ട് മാറാൻ തുടങ്ങും. ക്ലിയർ ആണോ കുട്ടികളെ? യെസ് ഓർ നോ? ഓക്കെ, സോ ടെർഷ്യറി ഫോളിക്കിളിൻ്റെ ഒരു ചിത്രമാണിത്, ടെർഷ്യറി ഫോളിക്കിൾ. ഓക്കെ, അപ്പോൾ ഇത് മാർക്ക് ചെയ്യാൻ ചോദിച്ചാൽ ഞങ്ങൾ പറഞ്ഞാൽ മതി. ദെൻ ഷോയിങ് ആൻഡ്രം എന്നൊക്കെ കാണാം. ആൻഡ്രം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഫ്ലൂയിഡ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്പേസ് ഈ ഫോളിക്കിളിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ പറ്റും. ദാറ്റ് ഈസ് കോൾഡ് ആൻഡ്രം കേട്ടോ. ഓക്കെ, ടെർഷ്യറി ഫോളിക്കിൾ ഷോയിങ് ആൻഡ്രം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഫോളിക്കിൾ
ഏറ്റവും വലുതായാൽ ഇറ്റ് ഈസ് കോൾഡ് ഗ്രേഫിയൻ ഫോളിക്കിൾ. ഏറ്റവും വലിയ ഫോളിക്കിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഗ്രേഫിയൻ ഫോളിക്കിൾ എന്ന് വിളിക്കുക. ഏറ്റവും വലിയ ഫോളിക്കിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഗ്രേഫിയൻ ഫോളിക്കിൾ എന്ന് വിളിക്കുക. ഈ ഗ്രേഫിയൻ ഫോളിക്കിൾ പൊട്ടിയിട്ടാണ് പുറത്തോട്ട് ഓവം റിലീസാകുന്നത്. ഗ്രേഫിയൻ ഫോളിക്കിൾ പൊട്ടിയിട്ടാണ് പുറത്തോട്ട് ഓവം റിലീസാവുന്നത്. ഈ ഒരു പരിപാടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓവുലേഷൻ. എന്താ വിളിക്കുക? ഓവുലേഷൻ. സോ റിലീസ് ഓഫ് ഓവം ബൈ റപ്ചർ ഓഫ് ഗ്രേഫിയൻ ഫോളിക്കിൾ ഈസ് കോൾഡ് ഓവുലേഷൻ. ക്ലിയർ ആണോ? ഇനി അവസാനത്തേത് നോക്കൂ. ഓവുലേഷൻ നടന്ന് ഓവം പുറത്തോട്ട് പോയി. എന്നാൽ ഈ ഫോളിക്കിളിൻ്റെ ബാക്കി ഭാഗങ്ങൾ, ഗ്രേഫിയൻ ഫോളിക്കിളിൻ്റെ ബാക്കി ഭാഗങ്ങൾ അവർ കൂടിച്ചേർന്നിട്ട് ഫോം എ സ്ട്രക്ചർ കോൾഡ് കോർപ്പസ് ലൂട്ടിയം. ഇവരെന്ത് സ്ട്രക്ചറായിട്ട് മാറും? കോർപ്പസ് ലൂട്ടിയം ആയിട്ട് മാറും. അപ്പോൾ ഫീമെയിലിൻ്റെ ബോഡിയിൽ ഓരോ മാസവും ഓരോ ഓവമാണ് റിലീസ് ചെയ്യുക. അതായത് ഓരോ മാസവും ഓരോ പ്രൈമറി യൂസായിട്ടാണ് മിയോസിസ് 1 കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു മെച്ചുറേഷനിലേക്ക് പോകുന്നത്. അതിനനുസരിച്ച് ഓരോ ഫോളിക്കിൾ പൊട്ടും, ഓരോ ഓവത്തെ റിലീസ് ചെയ്യും. അങ്ങനെ റിലീസ് ചെയ്ത ഓരോ മാസവും ഓരോ കോർപ്പസ് ലൂട്ടിയം ഉണ്ടാകും. അതായത് ഇത് ഉണ്ടായി വരികയാണ്. ഇത് പൊട്ടി കോർപ്പസ് ലൂട്ടിയം തുടങ്ങി, കോർപ്പസ് ലൂട്ടിയം പൂർണ്ണമായി. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ. സോ പൂർണ്ണമായി വളർന്ന കോർപ്പസ് ലൂട്ടിയാണിത്. സോ ഓരോ മാസവും ഇങ്ങനെ കോർപ്പസ് ലൂട്ടിയം ഓവറിയിൽ ഉണ്ടാവുകയും കുറച്ച് ദിവസം ഓവറിക്കകത്ത് ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. അവർ ഇങ്ങനെ ഓവറിക്കുള്ളിൽ നിൽക്കുന്ന സമയത്ത് അവർ ചില ഹോർമോണിനെ റിലീസ് ചെയ്യും. ആ ഹോർമോണിൻ്റെ പേരെന്താണെന്ന് ചോദിക്കും? പ്രൊജസ്റ്റിറോൺ. നോക്കൂ, കോർപ്പസ് ലൂട്ടിയം പൊട്ടിക്കഴിഞ്ഞാൽ അവർ റിലീസ് ചെയ്യുന്ന കോർപ്പസ് ലൂട്ടിയം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ റിലീസ് ചെയ്യുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിക്കും. ഏതാണ്? പ്രൊജസ്റ്റിറോൺ. ക്ലിയർ ആണല്ലോ? ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് നോക്കാനുള്ളത് മെൻസ്ട്രൽ സൈക്കിളാണ്. നോക്കൂ, മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഫീമെയിലിൻ്റെ ബോഡിയിൽ നടക്കുന്ന ഒരു സൈക്ലിക്കലി എല്ലാ മാസവും ഉണ്ടാകുന്ന ഒരു പരിപാടിയാണ് മെൻസ്ട്രൽ സൈക്കിൾ. ക്ലിയർ അല്ലേ? ഇതിൻ്റെ ആവറേജ് ഡ്യൂറേഷൻ, അതായത് ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ പറഞ്ഞാൽ ഒരു മെൻസ്ട്രേഷൻ മുതൽ അടുത്ത മെൻസ്ട്രേഷൻ വരെ. ഇന്നൊരു സ്ത്രീക്ക് പീരീഡ്സ് ആയി, എന്നാൽ ഇനി അടുത്ത അവൾക്ക് ചിലപ്പോൾ ഒരു 28ാമത്തെ ദിവസമായിരിക്കും വീണ്ടും പീരീഡ്സ് ആവുക. അപ്പോൾ ഒരു പീരീഡ്സ് മുതൽ ഫ്രം വൺ മെൻസ്ട്രേഷൻ എന്നാണ് പറയാൻ, ഫ്രം വൺ മെൻസ്ട്രേഷൻ ടിൽ നെക്സ്റ്റ് ഫീമെയിൽ ബോഡിയിൽ ഉണ്ടാകുന്ന കുറേ ചേഞ്ചസ് ഉണ്ട്. അതിനെയാണ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് വിളിക്കുക. അപ്പോൾ നമ്മളോട് ചോദിക്കാറ് ആവറേജ് ഡ്യൂറേഷൻ, മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ആവറേജ് ഡ്യൂറേഷൻ എത്രയാണെന്ന് ചോദിക്കും. 28 ഡേ. ഓക്കെ, 28 to 29 ഡേ എന്നാണ് നമ്മൾ പറയുക ആവറേജ് ഡ്യൂറേഷൻ. ക്ലിയർ ആണല്ലോ? ദാറ്റ് ഈസ് ഇന്ന് പീരീഡ്സ് ആയാൽ അടുത്ത പീരീഡ്സ് ആവുന്ന ഡേ. അതിനകത്ത് ബോഡിയിൽ നടക്കുന്ന കുറേ ചേഞ്ചസ്. സോ ദ സൈക്ലിക്കൽ ചേഞ്ചസ് ഇൻ ഫീമെയിൽ ബോഡി ഫ്രം വൺ മെൻസ്ട്രേഷൻ ടിൽ നെക്സ്റ്റ്. പറഞ്ഞേ, ദ സൈക്ലിക്കൽ ചേഞ്ചസ് ഇൻ ഫീമെയിൽ ബോഡി ഫ്രം വൺ മെൻസ്ട്രേഷൻ ടിൽ നെക്സ്റ്റ്. അതിനെയാണ് മെൻസ്ട്രൽ സൈക്കിൾ. ഇനി ആദ്യമായിട്ടൊരു പെൺകുട്ടി, അവർ ഒരു ചെറിയ പെൺകുട്ടിയായിരുന്നു, പെട്ടെന്ന് ഒരു ദിവസം അവൾക്ക് പീരീഡ്സ് ആയി. അതാണ് അവളുടെ ഫസ്റ്റ് മെൻസ്ട്രേഷൻ. അതിനെയാണ് നമ്മൾ മെനാർക്കെ എന്ന് വിളിക്കുക കേട്ടോ. ഫസ്റ്റ് മെൻസ്ട്രേഷനെ വിളിക്കുന്ന പേരെന്താണ്? മെനാർക്കെ. ഫസ്റ്റ് മെൻസ്ട്രേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെനാർക്കെ. ക്ലിയർ അല്ലേ? ഇനി മെൻസ്ട്രേഷൻ സീസസ്, മെൻസ്ട്രേഷൻ സ്റ്റോപ്പ് ആവും. സ്ത്രീകൾക്ക് കുറേ പ്രായമായി കഴിഞ്ഞാൽ പിന്നെ അവരിൽ ഈ സൈക്കിളൊന്നും നടക്കൂല. സോ മെൻസ്ട്രേഷൻ സ്റ്റോപ്സ് അറ്റ് എറൗണ്ട്, എത്ര വയസ്സാവുമ്പോഴാണെന്നറിയോ? അറ്റ് അറൗണ്ട് 50 years. ഒരു 50 വയസ്സാകുമ്പോൾ മെൻസ്ട്രേഷൻ സ്റ്റോപ്പ് ആവും. ദാറ്റ് ഈസ് കോൾഡ് മെനോപോസ്. അതിനെയാണ് എന്ത് വിളിക്കുക? മെനോപോസ് എന്ന് വിളിക്കുക. ഒരു 19 വയസ്സാകുമ്പോൾ മെൻസ്ട്രേഷൻ നിൽക്കും. ഈ ചേഞ്ചസ് ഒന്നും പിന്നെ ബോഡിയിൽ ഉണ്ടാവില്ല, ഈ പരിപാടിയൊന്നും നടക്കില്ല. ദാറ്റ് ഈസ് കോൾഡ് മെനോപോസ്. സെറ്റാണോ? ഇനി നമ്മളോട് ചോദിക്കുക, മെൻസ്ട്രേഷനിലെ ഓരോ ഫേസിലും എന്തൊക്കെയാണ്, ഈ മെൻസ്ട്രൽ സൈക്കിളിലെ ഓരോ ഫേസിലും എന്തൊക്കെയാണ് സംഭവിക്കുക? നോക്കൂ, ഇന്നൊരു പെൺകുട്ടിക്ക് പീരീഡ്സ് ആയാൽ അടുത്ത അവൾക്ക് പീരീഡ്സ് ആകുന്ന ഡേ വരെ അവളുടെ ബോഡിയിൽ ആണ് മെൻസ്ട്രൽ സൈക്കിൾ. സോ ഇന്ന് അവൾക്ക് പീരീഡ്സ് ആയാൽ ആദ്യത്തെ അവളുടെ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഫേസിനെയാണ് നമ്മൾ മെൻസ്ട്രൽ ഫേസ് എന്ന് പറയുക. ആ ഫേസിൽ അവൾക്ക് പീരീഡ്സിൻ്റെ ഫ്ലോ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് ഈസ് കോൾഡ് മെൻസ്ട്രൽ ഫേസ്. ക്ലിയർ ആണോ? സോ ദ ഫസ്റ്റ് ഫേസ് ഈസ് കോൾഡ് മെൻസ്ട്രൽ ഫേസ്. അപ്പോഴാണ് മെൻസ്ട്രൽ ഫ്ലോ ഉണ്ടാവുക. അതാണ് ഇവിടെ NCERT കാണിച്ചിട്ടുള്ളത്. ആദ്യത്തെ കുറേ ദിവസമാണിത്, 1, 2, 3, 4, 5, ഈ ഒരു 5 ദിവസം വരെയുള്ളൊരു സമയത്ത് മെൻസ്ട്രൽ ഫ്ലോ ഇങ്ങനെ അവളുടെ ആ ബ്ലീഡിങ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി രണ്ടാമത്തെ ഫേസ് ആണ് ഫോളിക്കുലാർ ഫേസ്. നന്നായി ശ്രദ്ധിച്ചോ, ഫോളിക്കുലാർ ഫേസിൽ ശരിക്കും എന്താ ഉണ്ടാവുന്നതെന്ന് അറിയോ? നോക്കൂ, ഫീമെയിലിൻ്റെ ബോഡിയിൽ FSH റിലീസ് ആവുന്നുണ്ട്. FSHൻ്റെ ഫംഗ്ഷൻ ഇറ്റ് സ്റ്റിമുലേറ്റ് ഫോളിക്കുലാർ ഗ്രോത്ത്. അത് ചോദിക്കും, ഫീമെയിലിൽ FSHൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിക്കും. ഈ FSH ഫോളിക്കിളിൻ്റെ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ ഓവറിയിലുള്ള കുഞ്ഞൻ ഫോളിക്കിൾ വലുതായി ഗ്രേഫിയൻ ഫോളിക്കിളായിട്ട് മാറും. പ്രൈമറി ഫോളിക്കിൾ സെക്കൻഡറി ആവുന്നു, ടെർഷ്യറി ആവുന്നു, ഗ്രേഫിയൻ ആവുന്നു. അതിനനുസരിച്ച് അതിൻ്റെ ഉള്ളിലുള്ള പ്രൈമറി യൂസൈറ്റ്, സെക്കൻഡറി യൂസൈറ്റൊക്കെ ആയിട്ട് ആ ഡിവിഷനും നടക്കുന്നുണ്ട്. സെറ്റാണല്ലോ? ഓക്കെ. സോ ഡ്യൂറിങ് ഫോളിക്കുലാർ ഫേസ് ഫോളിക്കുലാർ ഗ്രോത്ത് ടേക്സ് പ്ലേസ്. ക്ലിയർ ആണോ? നോക്കൂ, മെൻസ്ട്രൽ സൈക്കിളിൽ മെൻസ്ട്രൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഫീമെയിലിൻ്റെ എൻഡോമെട്രിയം നശിക്കുകയാണ്. എൻഡോമെട്രിയം നശിക്കുന്നതാണ് മെൻസ്ട്രൽ ഫ്ലോ ആയിട്ട് മാറുന്നത്. അപ്പോൾ മെൻസ്ട്രൽ ഫേസ് കഴിയുമ്പോൾ തന്നെ എൻഡോമെട്രിയം ഇല്ല. ഫീമെയിലിൻ്റെ യൂട്രസിനകത്ത് എൻഡോമെട്രിയം നശിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം.
ക്ലിയർ? ഇനി ഫോളിക്കുലാർ ഫേസിൽ FSHന്റെ ആക്ഷൻ വഴി ഫോളിക്കിൾ വളരുകയാണ്. ഇങ്ങനെ വളരുന്ന ഫോളിക്കിൾ ദേ പ്രൊഡ്യൂസ് ഈസ്ട്രോജൻ. ഫീമെയിലിൻ്റെ ബോഡിയിൽ കണ്ടോ ഈ ഒരു ഫേസിൽ ഈസ്ട്രോജൻ്റെ അളവ് കൂടുന്നത് കണ്ടോ? ഈസ്ട്രോജൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഗ്രോയിങ് ഫോളിക്കിൾ. FSH ഫോളിക്കിളിനെ വളർത്തുന്നു, ഫോളിക്കിൾ ഈസ്ട്രോജനെ ഉണ്ടാക്കുന്നു. ഈ ഈസ്ട്രോജൻ പോയിട്ട് ഫീമെയിലിൻ്റെ നശിച്ച എൻഡോമെട്രിയത്തെ വീണ്ടും ഉണ്ടാക്കും. ക്ലിയർ ആണോ? റീജനറേഷൻ ഓഫ് എൻഡോമെട്രിയം. അപ്പോൾ ഫോളിക്കുലാർ ഫേസിൽ എന്തൊക്കെയാണ്? FSH സ്റ്റിമുലേറ്റ് ഫോളിക്കുലാർ ഗ്രോത്ത്. FSH ഫോളിക്കിളിൻ്റെ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. സോ ഫോളിക്കുലാർ ഗ്രോത്ത് ടേക്സ് പ്ലേസ്. ഫോളിക്കിൾ പ്രൊഡ്യൂസ് ഈസ്ട്രോജൻ ആൻഡ് ദാറ്റ് ഈസ്ട്രോജൻ സ്റ്റിമുലേറ്റ് ഗ്രോത്ത് ഓഫ് എൻഡോമെട്രിയം. ദാറ്റ് ഈസ് നശിച്ച എൻഡോമെട്രിയം വീണ്ടും ഉണ്ടായി വരുന്നു. റീജനറേഷൻ ഓഫ് എൻഡോമെട്രിയം. ഈ ഒരു സ്റ്റേറ്റിൽ റീജനറേഷൻ ഓഫ് എൻഡോമെട്രിയം, എൻഡോമെട്രിയത്തിൻ്റെ റീജനറേഷൻ നടക്കുന്നു. ക്ലിയർ ആണോ? ഇത്ര 2 കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്ത ഫേസ് ആണ് കുട്ടികളെ ഓവുലേറ്ററി ഫേസ്. തീർന്നു കേട്ടോ, ഓവുലേറ്ററി ഫേസ്. വാട്ട് ഹാപ്പൻസ് ഇൻ ഓവുലേറ്ററി ഫേസ്? ഒന്നുമില്ലടാ, ഈ വളർന്ന ഗ്രേഫിയൻ ഫോളിക്കിൾ പൊട്ടും. സോ ദാറ്റ് ഈസ് കോൾഡ് ഓവുലേഷൻ. അങ്ങനെ ഓവത്തെ റിലീസ് ചെയ്യും അല്ലേ? ഈ ഗ്രേഫിയൻ ഫോളിക്കിൾ പൊട്ടാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കും. നോക്കൂ, ഈ ഓവുലേഷൻ നടക്കുക മിഡ് സൈക്കിളിലാണ്. അതും ചോദിക്കും. 14ാമത്തെ ഡേ അത് ചോദിക്കും കേട്ടോ, 14th ഡേ. സോ എത്രാമത്തെ ദിവസമാണെന്ന് ചോദിക്കാറുണ്ട്. 28 ഡേ ആണ് സൈക്കിളെങ്കിൽ അതിൻ്റെ മിഡ് സൈക്കിൾ 14ാമത്തെ ദിവസം. അതിൻ്റെ കാരണം എന്താ 14ാമത്തെ ദിവസം പൊട്ടാൻ? ആ ദിവസമാണ് മാക്സിമം LH സെക്രീഷൻ ഉണ്ടാവുക. ഇത് LHൻ്റെ ഗ്രാഫാണ് റെഡ് കളറിൽ. സോ ലുക്ക്, ലാർജ് എമൗണ്ട് ഓഫ് LH ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഡ്യൂറിങ് മിഡ് സൈക്കിൾ ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് LH സർജ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? LH സർജ് എന്ന് വിളിക്കുക. ഈ LH സർജ് കാരണമാണ് മിഡ് സൈക്കിളിൽ ഓവുലേഷൻ നടക്കുന്നത്. ഇത് ചോദിക്കും. ഓവുലേഷൻ്റെ റീസൺ എന്താണെന്ന് ചോദിക്കും. ദാറ്റ് ഈസ് ഡ്യൂ ടു LH സർജ്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ലാർജ് എമൗണ്ട് ഓഫ് LH ഈസ് സെക്രീറ്റഡ് ഇൻ ദ മിഡ് സൈക്കിൾ ദാറ്റ് ലീഡ് ടു ഓവുലേഷൻ. അങ്ങനെ ഓവുലേഷൻ നടന്നു. ദാറ്റ് ഈസ് ഓവുലേറ്ററി ഫേസ്. ഇനി അവസാനത്തെ ഫേസ് അതാണ് ലൂട്ടിയൽ ഫേസ്. എന്താ ലൂട്ടിയൽ ഫേസിൻ്റെ പ്രത്യേകത? ലൂട്ടിയൽ ഫേസിൽ നോക്കൂ, ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ ഗ്രേഫിയൻ ഫോളിക്കിളിൻ്റെ ബാക്കി ഭാഗം കോർപ്പസ് ലൂട്ടിയമായിട്ട് മാറും. ഈ കോർപ്പസ് ലൂട്ടിയം പ്രൊഡ്യൂസ് പ്രൊജസ്റ്റിറോൺ. എന്തിനുണ്ടാക്കും? പ്രൊജസ്റ്റിറോൺ. നോക്കൂ, ഫീമെയിൽ ബോഡിയിൽ പ്രൊജസ്റ്റിറോണിൻ്റെ അളവ് കൂടുന്നത് ഏത് ഫേസിൽ മാത്രം? ലൂട്ടിയൽ ഫേസിൽ മാത്രമാണ്. സോ ഈ പ്രൊജസ്റ്റിറോണിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിക്കാറുണ്ട്. സോ പ്രൊജസ്റ്റിറോൺ മെയിൻറ്റെയിൻസ് എൻഡോമെട്രിയം. ഇവിടെ റീജനറേറ്റ് ചെയ്തു വന്ന, നോക്കൂ, ഫോളിക്കുലാർ ഫേസിൽ റീജനറേറ്റ് ചെയ്തു വന്ന എൻഡോമെട്രിയത്തെ നല്ല രീതിയിൽ അതിനെ ഫങ്ഷണലി മാനേജ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, അതിൻ്റെ ഫംഗ്ഷനെ കൃത്യമായിട്ട് അത് നശിക്കാതെ നിലനിർത്തുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ഓവുലേഷൻ നടന്ന് കോർപ്പസ് ലൂട്ടിയം ഉണ്ടായാൽ കുറഞ്ഞ ദിവസങ്ങൾക്കകം ആ കോർപ്പസ് ലൂട്ടിയം നശിക്കും. അപ്പോൾ പ്രൊജസ്റ്റിറോണിൻ്റെ അളവ് കുറയും. കണ്ടോ, പ്രൊജസ്റ്റിറോൺ ഡിക്രീസ് ചെയ്യുന്നു. പ്രൊജസ്റ്റിറോണിൻ്റെ അളവ് കുറഞ്ഞാൽ എൻഡോമെട്രിയം നശിക്കാൻ തുടങ്ങും. കാരണം പ്രൊജസ്റ്റിറോണിന്റെ ഫംഗ്ഷൻ എന്താ? പ്രൊജസ്റ്റിറോൺ മെയിൻറ്റെയിൻസ് എൻഡോമെട്രിയം. ഇത് ചോദിക്കും. പ്രൊജസ്റ്റിറോണിന്റെ ഫംഗ്ഷൻ എന്താണ്? പ്രൊജസ്റ്റിറോൺ മെയിൻറ്റെയിൻസ് എൻഡോമെട്രിയം. എൻഡോമെട്രിയത്തെ നശിക്കാതെ മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഓഫ് എൻഡോമെട്രിയം, അതാണ് അയാളുടെ ഫംഗ്ഷൻ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ നോക്കൂ, കോർപ്പസ് ലൂട്ടിയം ഉണ്ടായി കുറച്ച് ദിവസം കൊണ്ട് അത് നശിക്കും. അത് നശിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു മെൻസ്ട്രൽ ഫേസിലേക്ക് പോകും. കാരണം ഉണ്ടായി വന്ന എൻഡോമെട്രിയത്തെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ കോർപ്പസ് ലൂട്ടിയം വേണം, അല്ലെങ്കിൽ പ്രൊജസ്റ്റിറോൺ വേണം. ആ പ്രൊജസ്റ്റിറോൺ ഇല്ലാണ്ടാകുമ്പോൾ വീണ്ടും എൻഡോമെട്രിയം നശിക്കാൻ തുടങ്ങുന്നു. ദാറ്റ് ഈസ് അഗെയിൻ മെൻസ്ട്രൽ ഫേസ്. സോ വാട്ട് ആർ ദ ഫേസസ്? മെൻസ്ട്രൽ ഫേസ്, ഫോളിക്കുലാർ ഫേസ്, ഓവുലേറ്ററി ഫേസ് ആൻഡ് ലൂട്ടിയൽ ഫേസ്. നോക്കൂ, അതുപോലെ ഈസ്ട്രോജന്റെ ഗ്രാഫ് നിങ്ങൾ നോക്കൂ. ഈ ഒരു ഫേസിൽ കൂടുന്നു, കാരണം ഫോളിക്കിൾ ഈസ്ട്രോജൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഫോളിക്കിൾ പൊട്ടുമ്പോൾ കുറയുന്നു. കോർപ്പസ് ലൂട്ടിയം ചെറിയ അളവിൽ ഈസ്ട്രോജൻ ഉണ്ടാക്കുന്നു, അതുകൊണ്ട് വീണ്ടും കൂടുന്നു. ഈ ഗ്രാഫ് വെച്ചിട്ട് ഈ ഹോർമോൺ ഏതൊക്കെയാണെന്ന് ചോദിക്കും. ഓവേറിയൻ ഹോർമോൺ എന്ന് തരും. ഓവറിയിലെ ഏത് ഹോർമോണാണ് ഈ ഫേസിൽ മാത്രം കൂടുന്നത് നിങ്ങൾക്ക് അറിയണം. ആരാ? പ്രൊജസ്റ്റിറോൺ. ഓവറിയിലെ 2 ഫേസിലും ചെറുങ്ങനെ കൂടുന്ന ആളാരാ? ഈസ്ട്രോജൻ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ഒരു ഡയഗ്രാം, ഈ ഒരു ഗ്രാഫ് നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. മെൻസ്ട്രൽ സൈക്കിളുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് മെൻസ്ട്രൽ സൈക്കിളിലെ ഫേസസ് പഠിക്കുക, ഈ ഗ്രാഫ് മാർക്ക് ചെയ്യാൻ വേണ്ടി പഠിക്കുക, അത്ര മതി. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ. ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്. ഇത് എവിടെ വെച്ചാണ് നടക്കുന്നത്? അറ്റ് ആംബ്യുല്ല. എവിടെ വെച്ചാണ് നടക്കുന്നത്? ആംബ്യുല്ലയിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നോക്കൂ, ഓവം ഉണ്ടല്ലോ, ഓവം. എവിടെ നിന്നാ ഓവം റിലീസാകുന്നത്? കോർപ്പസ് ലൂട്ടിയം പൊട്ടിയിട്ടല്ലേ ഓവം റിലീസാകുന്നത്? ഗ്രേഫിയൻ ഫോളിക്കിൾ പൊട്ടിയിട്ടല്ലേ ഓവം റിലീസാകുന്നത്? അപ്പോൾ അങ്ങനെ റിലീസാകുന്ന ഓവത്തിന് ചുറ്റും, ഇതാണ് നിങ്ങളുടെ ഓവം. ഈ ഓവത്തിന് ചുറ്റും ഒരു ആവരണം, ഒരു മെംബ്രെയിൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദിസ് മെംബ്രെയിൻ ഈസ് കോൾഡ് സോണ പെല്ലൂസിഡ. കണ്ടോ, ഈ കട്ടിയിൽ നിൽക്കുന്ന ഈ ഒരു മെംബ്രെയിനെയാണ് സോണ പെല്ലൂസിഡ എന്ന് വിളിക്കുക. അത് മാത്രമല്ല,
ഗ്രാഫിയൻ ഫോളിക്കിളിലെ ചില സെല്ലുകൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആ സെല്ലുകളെയാണ് സെൽസ് ഓഫ് കൊറോണ റേഡിയേറ്റ എന്ന് വിളിക്കുന്നത്. ഗ്രാഫിയൻ ഫോളിക്കിളിലെ ചില സെല്ലുകൾ ഈ സോണ പെല്ലൂസിഡയിലേക്ക് അറ്റാച്ച് ചെയ്ത് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നു. അവരെ സെൽസ് ഓഫ് കൊറോണ റേഡിയേറ്റ എന്ന് വിളിക്കുന്നു. ഈ ലെയറിനെ സോണ പെല്ലൂസിഡ എന്നാണ് ഈ ഒരു ആവരണത്തെ വിളിക്കുക. അതിൻ്റെ ഉള്ളിൽ ഓവമുണ്ട്. ഓവത്തിൻ്റെയും സോണ പെല്ലൂസിഡയുടെയും ഇടയിൽ ഒരു കുഞ്ഞൻ സ്പേസ് ഉണ്ട്. ആ സ്പേസിനെയാണ് പെരിവിറ്റലൈൻ സ്പേസ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? പെരിവിറ്റലൈൻ സ്പേസ്. സോ സെൽസ് ഓഫ് കൊറോണ റേഡിയേറ്റ, സോണ പെല്ലൂസിഡ, പെരിവിറ്റലൈൻ സ്പേസ്, നടുവിലോവം. അതിലേക്കാണ് സ്പേം കയറിപ്പോയി ഉള്ളിലേക്ക് എത്തേണ്ടത്. അക്രോസോം സോണ പെല്ലൂസിഡയെ ഓട്ടയാക്കി ഉള്ളിലേക്ക് പോകാൻ സ്പേമിനെ സഹായിക്കുന്നു. എവിടെ വെച്ചിട്ടാണ് ഈ പരിപാടി നടക്കുക? ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ആംബുല്ലയിൽ വെച്ചിട്ടാണ് ഈ പരിപാടി നടക്കുക. അതെന്താ അങ്ങനെ നടക്കാനുള്ള കാരണം? ഒന്നുമില്ല. ഇവിടുന്ന് റിലീസാകുന്ന സ്പേം ഓവം ഇവിടേക്ക് എത്തും, ഈ ആംബുല്ലയിലേക്ക് എത്തും. അങ്ങോട്ടേക്ക് തന്നെ സ്പേമും വരും. അവിടെ വെച്ചിട്ടാണ് ഈ കംപ്ലീറ്റ് പരിപാടി നടക്കുക. ക്ലിയർ ആണല്ലോ കുട്ടികളെ? ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്തതാണ് ഇംപ്ലാന്റേഷൻ അല്ലേ? അതെന്താണെന്ന് നോക്കാം. നോക്കൂ, ഇങ്ങനെ ഇതാ സൈഗോട്ട് രൂപപ്പെടുകയാണ്. ഓവത്തിൻ്റെ ഉള്ളിലേക്ക് സ്പേം കയറി സൈഗോട്ട് ഉണ്ടാകുന്നു. ആ സൈഗോട്ടിന് പിന്നീട് ഡിവിഷൻ നടക്കും. അങ്ങനെ ഡിവിഷൻ നടന്ന് കിട്ടുന്ന ഈ സെല്ലുകൾ ഉണ്ടല്ലോ, ഈ ഓരോ സെല്ലുകളെയും നമുക്ക് ബ്ലാസ്റ്റോമിയറുകൾ എന്ന് വിളിക്കാം. എന്താ വിളിക്കുക? ബ്ലാസ്റ്റോമിയർ. ഈ ഡിവിഷനെയാണ് ക്ലീവേജ് എന്ന് വിളിക്കുക കേട്ടോ. ഇയാൾക്ക് നടക്കുന്ന ഈ ഡിവിഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്ലീവേജ്. ഓക്കെ, മൈറ്റോസിസ് ഓഫ് സൈഗോട്ട്. നമ്മളൊക്കെ ഉണ്ടായത് ഈ ഏകകോശമായ സൈഗോട്ടിന് ക്ലീവേജ് നടന്നിട്ടാണ്. അങ്ങനെ കിട്ടുന്ന സെല്ലുകളെ ബ്ലാസ്റ്റോമിയർ എന്ന് വിളിക്കും. നോക്കൂ, 8 മുതൽ 16 ബ്ലാസ്റ്റോമിയർ ഉള്ള അവസ്ഥനെയാണ് മോറുല എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുക? മോറുല. അപ്പം അതും മോറുലയാണ്, ഇതും മോറുലയാണ്. 8 മുതൽ 16 സെല്ലുള്ള അവസ്ഥയാണ് മോറുല. മോറുല വീണ്ടും ഡിവിഷൻ നടന്നാൽ ഇറ്റ് ഫോം ബ്ലാസ്റ്റോസിസ്റ്റ്. അതാണ് ഇവിടെ മാർക്ക് ചെയ്തത്. നോക്കൂ, ബ്ലാസ്റ്റോസിസ്റ്റിൽ 2 തരം സെല്ലുകളെ കാണാം. ഒന്ന് പുറമെ ഇങ്ങനെ ചുറ്റുമുള്ള സെല്ലല്ലേ. സോ ദിസ് ഈസ് കോൾഡ് ട്രോഫോബ്ലാസ്റ്റ്. ഇയാളെയാണ് നമ്മൾ ട്രോഫോബ്ലാസ്റ്റ് ലെയർ എന്ന് വിളിക്കുക. ഇനി ഉള്ളിലുള്ള ഈ വലിയ കൂട്ടം ഉണ്ടല്ലോ, സെല്ലിൻ്റെ ഒരു കൂട്ടം, ദാറ്റ് ഈസ് കോൾഡ് ഇന്നർ സെൽ മാസ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇന്നർ സെൽ മാസ് എന്ന് വിളിക്കുക. ഈ ഇന്നർ സെൽ മാസ് ആണ് ഫീറ്റസ് ആയിട്ട് ഗർഭാശയത്തിൽ വളരുന്ന കുഞ്ഞായിട്ട് മാറാൻ പോകുന്നത്. ട്രോഫോബ്ലാസ്റ്റോ ഇറ്റ് ബിക്കം എ പാർട്ട് ഓഫ് പ്ലാസെൻഡ. ഇയാളാണ്, ഈ ലെയറാണ് ഇനി പോയിട്ട് ഗർഭാശയത്തിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്. ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ അറ്റാച്ച്മെൻ്റ് ആണ്. ദാറ്റ് ഈസ് കോൾഡ് ഇംപ്ലാന്റേഷൻ. വാട്ട് ഈസ് ഇംപ്ലാന്റേഷൻ? അറ്റാച്ച്മെന്റ് ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ്. ഇത് ചോദിക്കും, വാട്ട് ഈസ് ഇംപ്ലാന്റേഷൻ? അറ്റാച്ച്മെന്റ് ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ്. നോക്കൂ, ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ ഈ ട്രോഫോബ്ലാസ്റ്റ് എൻഡോമെട്രിയത്തിലേക്ക് അറ്റാച്ച് ചെയ്യും, യൂട്രസിൻ്റെ ഉള്ളിലുള്ള. അങ്ങനെ ഇറ്റ് ബിക്കം എ പാർട്ട് ഓഫ് പ്ലാസെൻഡ. ക്ലിയർ അല്ലേ കുട്ടികളെ? യെസ് ഓർ നോ? സോ ഇറ്റ് അറ്റാച്ചസ് ടു എൻഡോമെട്രിയം, അറ്റാച്ചസ് ടു യൂട്രസിൻ്റെ എൻഡോമെട്രിയം, and form placenta, അല്ലെങ്കിൽ form a part of placenta. പ്ലാസെൻ്റയുടെ ഒരു പാർട്ടായിട്ട് മാറാൻ പോകുന്ന ഇയാളാണ്. പ്ലാസെൻ്റ എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെയും അമ്മയെയും കൂടെ കണക്ട് ചെയ്യുന്ന പാർട്ട്. ഇയാൾ പോയിട്ട് എൻഡോമെട്രിയത്തിലേക്ക് അറ്റാച്ച് ചെയ്യാണ് ട്രോഫോബ്ലാസ്റ്റ്. അതിൻ്റെ ഉള്ള ഇന്നർ സെൽ മാസ് ആണ് കുഞ്ഞായിട്ട് മാറാൻ പോകുന്നത്. അപ്പോൾ ഈ കുഞ്ഞിനെയും അമ്മയെയും കണക്ട് ചെയ്യുന്ന പാർട്ടാണ് പ്ലാസെൻ്റ. പ്ലാസെൻ്റയുടെ ഫങ്ഷൻസ് നമ്മളോട് ചോദിക്കും. കുറേ ഫങ്ഷൻ ഉണ്ട്. കുഞ്ഞിന് വേണ്ട ന്യൂട്രിയൻസ് പ്ലാസെൻ്റ അമ്മയിൽ നിന്ന് വലിച്ചെടുത്ത് കൊടുക്കും. കുഞ്ഞിന് വേണ്ട ന്യൂട്രിയൻസും ഓക്സിജനും അമ്മയിൽ നിന്ന് വലിച്ചെടുത്ത് കൊടുക്കും. കുഞ്ഞുണ്ടാക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡും വേസ്റ്റും അമ്മയുടെ ബോഡിയിലേക്ക് റിമൂവ് ചെയ്യും. സോ പ്ലാസെൻ്റ പ്രൊവൈഡ് ന്യൂട്രിയൻ ആൻഡ് ഓക്സിജൻ ടു ദ ഫീറ്റസ് ആൻഡ് റിമൂവ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വേസ്റ്റ് ഫ്രം ഫീറ്റസ്. ക്ലിയർ അല്ലേ? അവസാനമായി പ്ലാസെൻ്റ ഉണ്ടാക്കുന്ന ഹോർമോണുകൾ നമ്മളോട് ചോദിക്കും. ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോഫിൻ. അടുത്താണ് ഹ്യൂമൻ പ്ലാസെൻ്റൽ ലാക്ടോജൻ. ഫുൾ ഫോം പഠിക്കണം. ഹ്യൂമൻ കോറിയോണിക്, CHORON. ഓക്കെ, കോറിയോ അങ്ങനെ നോക്കിയാൽ മതി. ഓക്കെ, ഫൈൻ. കോറിയോണിക് കേട്ടോ. ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോഫിൻ. ഹ്യൂമൻ പ്ലാസെൻ്റൽ ലാക്ടോജൻ. ദെൻ ഇറ്റ് ഓൾസോ പ്രൊഡ്യൂസ് ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്റ്റിറോൺ. അപ്പോൾ പ്ലാസെൻ്റ ഉണ്ടാക്കുന്ന ഹോർമോണുകൾ ചോദിക്കും. ചിലപ്പോൾ ചോദിക്കുക, ഒരു സ്ത്രീയുടെ യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ HCGയുടെ പ്രസൻസ് കണ്ടെത്തി എങ്കിൽ അത് എന്തിനെ സൂചിപ്പിക്കുന്നു? അവളുടെ ഉള്ളിൽ പ്ലാസെൻ്റ ഉണ്ടായിട്ടുണ്ട്, അവൾ പ്രഗ്നൻ്റ് ആണ് എന്നതിനെ സൂചിപ്പിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഫൈനലി
എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ജസ്റ്റേഷൻ, ഇതിൻ്റെ വ്യത്യസ്ത സ്റ്റേജുകളിൽ ഉണ്ടാകുന്ന ഇവൻറ്റുകൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കും. നോക്കൂ, ആഫ്റ്റർ 1 month, ഒരു മാസം കഴിയുമ്പോൾ തന്നെ ഹാർട്ട് ഈസ് ഫോംഡ്, കുഞ്ഞിൻ്റെ ഹാർട്ട് രൂപപ്പെടും. ഇത്ര പഠിച്ചാൽ മതി. ഒരു മാസം കഴിയുമ്പോൾ ഹാർട്ട് രൂപപ്പെടും. ഇനി 2 മാസം കഴിയുമ്പോൾ, 2nd month കഴിയുമ്പോൾ കുഞ്ഞിന് ലിംബുകളും ഡിജിറ്റുകളും, അതായത് കൈകാലുകളും വിരലുകളും രൂപപ്പെടും. 2nd month കഴിയുമ്പോൾ കൈകാലുകളും വിരലുകളും രൂപപ്പെടും. ഇനി 12 week, ഫസ്റ്റ് ട്രൈമസ്റ്റർ, 3 മാസം കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ മോസ്റ്റ് ഓഫ് ദ ഓർഗാൻ സിസ്റ്റംസ് ആർ ഫോംഡ്. കുഞ്ഞിൻ്റെ ശരീരത്തിലെ എല്ലാ ഓർഗാൻ സിസ്റ്റങ്ങളും എല്ലാം, അതിൽ റീപ്രൊഡക്റ്റീവ് ഓർഗാൻസ് അടക്കമുള്ള ഓർഗാൻ സിസ്റ്റങ്ങളെല്ലാം രൂപപ്പെടും. അപ്പോൾ 1 മാസം കഴിയുമ്പോൾ ഹാർട്ട് രൂപപ്പെടുന്നു, 2 മാസം കഴിയുമ്പോൾ ലിംബുകളും ഡിജിറ്റുകളും രൂപപ്പെടുന്നു, 3 മാസം കഴിയുമ്പോൾ ഓർഗാൻ സിസ്റ്റങ്ങൾ രൂപപ്പെടുന്നു. ക്ലിയറല്ലേ കുട്ടികളെ? കുഞ്ഞിൻ്റെ ആദ്യത്തെ അനക്കം, അതുപോലെ ഹെയർ ഓൺ ഹെഡ്, തലയിൽ ഹെയർ ഉണ്ടാവുക, കുഞ്ഞിൻ്റെ ഫസ്റ്റ് അനക്കം, ഇത് രണ്ടും 5th month, 5ാം മാസത്തിലാണ്. സോ കുഞ്ഞിൻ്റെ ഫസ്റ്റ് അനക്കം, തലയിലെ ഹെയർ, ഇത് രണ്ടും 5ാം മാസത്തിലാണ്. 6 മാസം കഴിയുമ്പോൾ ഐലിഡ് സെപ്പറേറ്റ്, കുഞ്ഞിൻ്റെ കണ്ണിങ്ങനെ അടഞ്ഞായിരിക്കും, അത് തുറക്കും. ഐലിഡ് 2 പീസായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. ഐ ലാഷസ് ഫോംഡ്, കണ്ണിൻ്റെ പീലികൾ ഉണ്ടാവും. ഐലിഡ് സെപ്പറേറ്റ്, ഐ ലാഷസ് ആർ ഫോംഡ്. എപ്പോൾ? 6 മാസം കഴിയുമ്പോൾ. ക്ലിയർലി? ഇവിടെ 2nd trimester എന്ന് പറഞ്ഞാൽ 6 മാസം കഴിയുമ്പോൾ, ദാറ്റ് ഈസ് 24 weeks. 6 മാസം, ഒരു മാസം എന്ന് പറഞ്ഞാൽ 4 ആഴ്ചയാണല്ലേ? ദാറ്റ്സ് ഇറ്റ്. 9 month കഴിയുമ്പോൾ കുഞ്ഞ് റെഡി ഫോർ ഡെലിവറി. ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് നോക്കാനുള്ളത് പാർച്ചുറേഷൻ ആൻഡ് ചൈൽഡ് ബർത്ത് ആണ്. പാർച്ചുറേഷൻ ഓർ ചൈൽഡ് ബർത്ത് അല്ലേ? ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കുഞ്ഞ് 9 മാസം കഴിയുമ്പോൾ ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസും പ്ലാസൻ്റയും ദേ പ്രൊഡ്യൂസ് സം സിഗ്നൽസ്. ഇവർ രണ്ടുപേരും ചില ഹോർമോണുകളെ, ചില സിഗ്നലുകൾ ഉണ്ടാക്കും. അത് കാരണമായിട്ട് മൈൽഡ് കോൺട്രാക്ഷൻ ഓഫ് യൂട്രസ് ചെറുതായിട്ടൊന്നിങ്ങനെ കൺട്രാക്ട് ചെയ്യാൻ തുടങ്ങും. ദാറ്റ് ഈസ് കോൾഡ് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ്. അതിനെയാണ് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് എന്ന് വിളിക്കുക. സോ വാട്ട് ഈസ് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ്? ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസ് ആൻഡ് പ്ലാസൻ്റ പ്രൊഡ്യൂസ് സം സിഗ്നൽസ്, ചില സിഗ്നൽ ഉണ്ടാക്കും. ദാറ്റ് കോസ് മൈൽഡ്, ചെറുങ്ങനെ, വലിയ കൺട്രാക്ഷൻ അല്ല, ചെറിയൊരു കൺട്രാക്ഷൻ, ദാറ്റ് ഈസ് കോൾഡ് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ്. ഇങ്ങനെ ചെറുതായിട്ട് യൂട്രസ് കൺട്രാക്റ്റ് ആകുമ്പോൾ ചില സിഗ്നലുകൾ എങ്ങോട്ടേക്ക് പോകുന്ന അറിയ കുട്ടികളെ? സിഗ്നൽ സെൻഡ് ടു ഹൈപ്പോ തലാമസ് ഓഫ് മദറിൻ്റെ ഹൈപ്പോ തലാമസിലേക്ക് ചില സിഗ്നൽ പോകും. അതായത് യൂട്രസ് ഇങ്ങനെ ചെറുതായിട്ട് കൺട്രാക്ട് ചെയ്താൽ മദറിൻ്റെ ഹൈപ്പോ തലാമസിന് അങ്ങനത്തെ ഒരു സിഗ്നൽ കിട്ടും. അങ്ങനെ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ മദറിന് പോസ്റ്റീരിയർ പിറ്റ്യൂറ്ററി ഉണ്ട്. എന്താ ഉള്ളത്? പോസ്റ്റീരിയർ പിറ്റ്യൂറ്ററി. പിറ്റ്യൂറ്ററിക്ക് 2 ഭാഗമുണ്ട്, ആൻറ്റീരിയർ പിറ്റ്യൂറ്ററി, പോസ്റ്റീരിയർ പിറ്റ്യൂറ്ററി. ഈ പോസ്റ്റീരിയർ പിറ്റ്യൂറ്ററിയിൽ നിന്ന് ഓക്സിറ്റോസിൻ റിലീസാകും. നോക്കൂ, ഓക്സിറ്റോസിൻ റിലീസാകും. ഇങ്ങനെ റിലീസായാൽ ഈ ഓക്സിറ്റോസിൻ യൂട്രസിൻ്റെ സ്ട്രോങ് കോൺട്രാക്ഷൻ, യൂട്രസിനെ നല്ല സ്ട്രോങ് ആയിട്ട് കോൺട്രാക്ട് ചെയ്യിപ്പിക്കും. നല്ല സ്ട്രോങ് ആയിട്ട് യൂട്രസ് കോൺട്രാക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ കുഞ്ഞ് പുറത്തോട്ട് വരും. സോ ദാറ്റ് ഈസ് ഡെലിവറി. അങ്ങനെയാണ് ഡെലിവറി നടക്കുന്നത്. സോ ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസും പ്ലാസൻ്റയും ചില സിഗ്നൽ ഉണ്ടാക്കും. അത് കാരണമുള്ള മൈൽഡ് കോൺട്രാക്ഷനെ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് എന്നാണ് വിളിക്കുക. ഈ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് ഉണ്ടായാൽ അതിൻ്റെ ഫലമായിട്ട് അൾട്ടിമേറ്റ്ലി ഓക്സിറ്റോസിൻ റിലീസാകും. അത് കാരണമാണ് ഡെലിവറി നടക്കുന്നത്. അപ്പോൾ ഡോക്ടർമാർ പ്രസവം ഇൻഡ്യൂസ് ചെയ്യാൻ ഏത് ഹോർമോണാണ് കുത്തിവെക്കാൻ ചോദിക്കും. ദാറ്റ് ഈസ് ഓക്സിറ്റോസിൻ. യൂട്രസ് നന്നായിട്ട് കോൺട്രാക്ട് ചെയ്യണമെങ്കിൽ, ഓക്സിറ്റോസിൻ വേണം. ക്ലിയർ അല്ലേ? ഫൈനലി ലാക്ടേഷൻ ഒരൊറ്റ ചോദ്യം വരിക കൊളസ്ട്രത്തെക്കുറിച്ച്. സോ വാട്ട് ഈസ് കൊളസ്ട്രം? ഇറ്റ് ഈസ് യെല്ലോ മിൽക്ക് ഫോംഡ് ഡ്യൂറിങ് ദ ഇനീഷ്യൽ ഡേയ്സ് ഓഫ് ലാക്ടേഷൻ്റെ ആദ്യ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന യെല്ലോ കളർഡ് മിൽക്കിനെയാണ് നമ്മൾ കൊളസ്ട്രം എന്ന് വിളിക്കുക. കൊളസ്ട്രത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിക്കും. ഇറ്റ് ഹാസ് പ്ലെൻറ്റി ഓഫ് IgA ആൻറ്റിബോഡി. കൊളസ്ട്രത്തിൽ ധാരാളം IgA ആൻറ്റിബോഡി ഉണ്ട്. ദാറ്റ് പ്രൊവൈഡ് ഇമ്മ്യൂണിറ്റി ടു ദ ഫീറ്റസ്. ഈ ദാറ്റ് ഗിവ് ഇമ്മ്യൂണിറ്റി ടു ദ ബേബി. ഓക്കെ, അങ്ങനെ പറയാം സിമ്പിളായിട്ട് അല്ലേ? നമ്മൾ ന്യൂ ബോൺ എന്നൊക്കെ വിളിക്കേണ്ടത്, അങ്ങനെയൊന്നും പറഞ്ഞാലും ദ ബേബി, കുഞ്ഞിന് നല്ല ഇമ്മ്യൂണിറ്റി കൊടുക്കാൻ ഈ കൊളസ്ട്രോത്തിലുള്ള IgA ആൻറ്റിബോഡി സഹായിക്കും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് അവർ ചാപ്റ്റർ. ഓക്കെ അല്ലേ?